എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പോണത് ഇവിടെ അടുത്തുള്ളൊരു ടിയർ ഗാർഡൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗാർഡനിലേക്കാണ് പോണത്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വീട്ടിൽ നിന്ന് ഭയങ്കര അടുത്തായിട്ടുള്ളൊരു ഗാർഡനാണ് ഈ ടിയർ ഗാർഡൻ. പോകാൻ പോണ ടിയർ ഗാർഡൻ എന്ന് പറഞ്ഞ ഗാർഡൻ. അവിടേക്ക് പോയി നോക്കി നോക്കാം. ലീവിലത്തെ തന്നെ അത്യാവശ്യം വലിയൊരു ഗാർഡനാണ്. അവിടെ ചെറിയൊരു പാർക്കുണ്ട് കുട്ടികൾക്കുള്ള, പിന്നെ സൂ ഒക്കെ ഉണ്ടെന്നാണ് പറയണേ. യെസ്, എന്തായാലും അവിടേക്ക് പോകാം. അപ്പോൾ പോണ സമയം ഞാൻ പോണതിപ്പോൾ ഒരു ഓട്ടം സീസണിലാണ് പോണത്. നമുക്കിവിടെ ഫുള്ള് ഇലകളൊക്കെ വീണെടുക്കുന്നത് കാണാം. ഇവിടെ ഓൾമോസ്റ്റും എല്ലാ ഇലകളും മെല്ലേനെ കൊഴിയാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ വീടുകളും കാര്യങ്ങളൊക്കെ. ഇന്ന് നല്ലൊരു ക്ലൈമറ്റാണ്. നല്ല ക്ലൈമറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി ക്ലൈമറ്റാണ്. കാരണം നല്ല സണ്ണിയാണ്. പിന്നെ ഈ ഒരു ജാക്കറ്റ് മാത്രം ഇട്ടാൽ മതി, ഈ ഒരു ഹുഡി മാത്രം ഇട്ടാൽ മതി ഇന്ന്. പിന്നെ വേറെ വലിയ സാധനങ്ങളൊന്നും ഇടേണ്ട ആവശ്യമില്ല. പിന്നെ ഭയങ്കര ചൂടോ ഇല്ല, അടിപൊളി ക്ലൈമറ്റാണ്. അതുകൊണ്ടാണ് ഞാൻ ഒറ്റ മിനിറ്റിൽ വേഗം ഇന്ന് നമുക്ക് ഈ ടിയർ ഗാർഡൻ കവർ ചെയ്യാമെന്ന് വെച്ചു. ഞാൻ കുറേ കാലമായിട്ട് ടിയർ ഗാർഡൻ കവർ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നാണ് ആ ദിവസം. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് 6-ാം തീയതിയാണ്, സെപ്റ്റംബർ 6. ഈ വീഡിയോ എന്നാ ഇറങ്ങാൻ പോകണമെന്ന് എനിക്കറിയില്ല. എനിവേ ലെറ്റ്സ്. ചെറിയൊരു ഓട്ടോ ഉണ്ട് അവിടെ, നമ്മുടെ നാട്ടിലൊക്കെയുള്ള ചെറിയ ഓട്ടോകളെ അതിൻ്റെയും ചെറിയ വെർഷനാണ് അവിടെ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ പബ്ലിക്കിൻ്റെ ഇടയിൽ ഇങ്ങനെ, അതും ഈ ഒരു ലെവലിൽ ക്യാമറ ഹോൾഡ് ചെയ്തിട്ട് സംസാരിക്കണേ. എനിക്കറിയില്ല ഞാൻ എന്താ ചെയ്യണത്. കാരണം അതുകൊണ്ടാണ് ഞാൻ അധികം ക്യാമറയിലേക്ക് നോക്കാണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറേ നോക്കണേ. ഇടയ്ക്ക് ക്യാമറയ്ക്ക് നോക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, പക്ഷേ പറ്റില്ല. അത് ആദ്യമായത് കൊണ്ടാവാം. എനിക്കിതിൽ വലിയ പരിചയമൊന്നുമില്ലല്ലോ. ഞാൻ ഈ പരിപാടി ആയിരുന്നില്ല, ഞാൻ ഫോട്ടോസൊക്കെ എടുക്കുന്ന പരിപാടിയായിരുന്നു. എനിവേ ഞാൻ പറഞ്ഞ സ്ഥലം ഞാൻ കാണിക്കാം. ഇത് ടിയർ ഗാർഡനല്ല, ഇത് അവിടേക്ക് പോണേക്കാളും മുമ്പുള്ള ചെറിയൊരു വഴിയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു നടപ്പാത. ഇത് ആക്ച്വലി സൈക്കിളിലൂടെ പോകാൻ അടിപൊളിയാണ് ഈ ഒരു വഴി. ലൈക്ക് രണ്ട് സൈഡിലും കാനോപ്പി ഓഫ് ട്രീസ് കണ്ടോ, കാണാൻ പറ്റും. പക്ഷെ നമ്മളിന്ന് പോണത് ആ ഭാഗത്തേക്കാണ് പോണേ. ആ ഒരു സൈഡിലേക്കായിട്ടാണ് നമ്മൾ പോണേ. ആൻഡ് ഇതാണ് ടിയർ ഗാർഡനിലേക്കുള്ള ഒരു വഴി. അപ്പോൾ എനിവേ ഇവിടുന്ന് വണ്ടിയൊന്നും വരുന്നില്ല. മെല്ലെ അപ്പുറത്തേക്ക് കിടക്കാം. ഇവിടെ വെയിറ്റ് ചെയ്യാം നമുക്ക്, കാരണം അപ്പുറത്തേക്ക് പോകണമെങ്കിൽ വണ്ടികളൊക്കെ പോകണം. വണ്ടികളില്ല, നമുക്ക് മെല്ലെ പോവാം. ഇതാണ് ഇവിടുത്തെ ഒരു ചെറിയൊരു വ്യൂ. കാണുന്നതൊക്കെയാണ് ഇവിടുത്തെ വഴികളും കാര്യങ്ങളൊക്കെ. ഫുൾ ഓഫ് വലിയ വലിയ മരങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ കാണാൻ പറ്റുക. ഇപ്പോൾ ഓട്ടം തന്നെ ആയതുകൊണ്ടും ഇവിടെ അത്യാവശ്യം ഇലകളൊക്കെ കൊഴിഞ്ഞ് നിൽക്കുന്നത് കാണാം നിങ്ങൾക്ക്. ആൻഡ് ഇതൊരു അടിപൊളി സ്പോട്ടാണ് ആക്ച്വലി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോഗ്രാഫിക്കൊക്കെ പറ്റിയിട്ടുള്ളൊരു സ്ഥലമാണ്. ഇതാണ് ഇവിടുത്തെ ഒരു ടിയർ ഗാർഡൻ എന്ന് പറഞ്ഞ ഗാർഡൻ. അവിടേക്കാണ് പോണത്. പക്ഷേ ഇത് അവിടേക്ക് പോണേക്കാളും മുമ്പുള്ള ചെറിയൊരു സ്ഥലമാണ് ഈ ഒരു ഗാർഡൻ്റെ ഈ സ്ഥലം. ലെറ്റ്സ് ഗോ ടു ദ ടിയർ ഗാർഡൻ. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഒരു ചെറിയൊരു കനോപ്പി ഓഫ് ട്രീസ് ഉണ്ടെന്നുണ്ട്. അത് ഈ കാണുന്ന ട്രീസാണ് ഈ സൈഡിലുള്ളത്. ആൻഡ് ഞാൻ പറഞ്ഞ പോലെ ഇവിടെ ചെറിയൊരു പാർക്ക് ഉണ്ട്. നമ്മുടെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു പാർക്ക്. അങ്ങനെ വലിയ സെറ്റപ്പായിട്ടുള്ള പാർക്കൊന്നുമല്ല, ഒരു 5-6 വയസ്സ് ഒക്കെ ഉള്ള പിള്ളേർക്ക് കളിക്കാൻ പറ്റിയിട്ടുള്ള ഒരു പാർക്കാണ് ആദ്യം നമ്മൾ കാണാൻ പോണേ. പിന്നെ ഇതിവിടെ പട്ടികയായിട്ട് നടക്കുന്ന ആൾക്കാരുണ്ട്, കുട്ടിയായിട്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. അതിൻ്റെ ബോർഡാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുക. കണ്ടോ, ഹുണ്ടേസ് ഇൻ അണ്ടർ ലൈൻ ഓഫ് സൂറൻ. പിന്നെ കുട്ടികൾക്കുള്ള ഒരു ഫോട്ടോയുമാണ് ഇവിടെ കാണുന്നത്. ഇവിടെ പണിയൊക്കെ നടക്കുന്ന സമയമാണെങ്കിൽ അവരിങ്ങനെ ബാരിക്കേഡ്സ് ഒക്കെ വെച്ചിട്ട്, കറക്റ്റ് ബാരിക്കേഡ്സ് എന്ന് തന്നെയാണ് പറയാനറിയില്ല, ബട്ട് ഇതൊക്കെ വെച്ച് ചുറ്റും കവർ ചെയ്യും. പിന്നെ ഇവിടെ ഇപ്പോൾ ഏകദേശം അധികം ആൾക്കാരൊന്നും ഇല്ല. ഇന്ന് ഒരു ശനിയാഴ്ച ആയതാണ്. ശനിയാഴ്ച ഒരു ഈവനിങ് ആയിട്ടില്ലല്ലോ. ഈവനിങ് ഒക്കെ ആകും കുറേ ആൾക്കാരും ഇവിടേക്ക് വരുന്നുണ്ടാവുക. ബിക്കോസ് മോർണിംഗ് വരുന്ന ആൾക്കാരുണ്ട്, ബട്ട് കുറവാണ്. ആൻഡ് ഇതാണ് ഞാൻ പാർക്ക് എന്ന് പറഞ്ഞ ഒരു സ്ഥലം. ആൻഡ് ആ കാണുന്നത് എന്തോ മരം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു ചെറിയൊരു ഇതാണ്. പിന്നെ നമുക്ക് നമ്മുടെ നാട്ടിലത്തെ റോഡ് റോളറും കാര്യങ്ങളൊക്കെ കാണാം അവിടെ. ഇതാണ് അടുത്ത റോഡ് റോളർ.
ഇതിൽ ആൾക്കാർ വണ്ടി ഓടിച്ചിട്ട് പോകുമെന്നറിയില്ല. ഇത് ഞങ്ങളുടെ സിറ്റിയിലത്തെ ഒരു എംബ്ലം പോലത്തെ ഒരു ഇതാണ് ഇവിടുത്തെ സ്വാൻ. ഇത് ക്ലീവിൻ്റെ ഒരു ചെറിയൊരു ഇതാണ്. ചെറിയൊരു എന്താ പറയുക, റോഡ് റോളർ എന്ന് തന്നെ പറയാം. നാട്ടിൽ എന്താ പറയണമെന്ന് അറിയില്ല. പിന്നെ ഇവിടെ ഒരു ഏറുമാടം പോലത്തെ സെറ്റപ്പ് ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ ഒഴുകി വരാൻ പറ്റുന്ന സെറ്റപ്പ്. പിന്നെ 2 ഊഞ്ഞാലും നല്ല രസമുള്ള പരിപാടികളൊക്കെ ആയിട്ടാണ് ഇവിടെ. എന്തായാലും ആ ഭാഗത്ത് ഇങ്ങനെ അധികം പോകുന്നില്ല, കാരണം പിന്നെ ഇവിടെ സൈക്കിൾ പാർക്കിങ്ങിനായിട്ടുള്ള ചെറിയ സ്ഥലമുണ്ട് ഇവിടെ. പിന്നെ പൊളിച്ചുകൾ കളിക്കാൻ പറ്റിയിട്ടുള്ള ചെറിയൊരു വേറൊരു സ്ഥലം. ഇതൊക്കെ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള സാധനമാണ്. ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ നിൽക്കും എന്നാണ് തോന്നണത് കേട്ടോ. ഇങ്ങനെ നിൽക്കാൻ തോന്നുന്നുണ്ട്, കറക്റ്റ് അറിയില്ല എന്താണാവോ. ഇതെന്തായാലും നമുക്ക് മനസ്സിലായിണ്ടാവും. ഇത് നമുക്ക് ഇരിക്കാം ആക്ച്വലി. അപ്പോൾ നമുക്ക് ശരിക്കും ഇരിക്കാൻ പാടില്ല. എന്നിട്ട് ഇങ്ങനെ നമ്മൾ ഇരിക്കാൻ പാടില്ല ആക്ച്വലി. എന്നിട്ട് ഇങ്ങനെ ആടണം ലൈക്ക് ദിസ്. പിന്നെ ഇതിൻ്റെ കൂടെ പോവാം, എന്നിട്ട് അപ്പുറത്തേക്ക് വരാം. പിന്നെ ഇവിടെ ചെറിയൊരു വീടുണ്ട്. ഇതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിള്ളേർക്ക് മണ്ണ് മാന്തി കളിക്കാനായിട്ടുള്ളൊരു സാധനം തോന്നുന്നുണ്ട്. യെസ്, ഇത് 2 കൈ ഉപയോഗിക്കണം. ഞാൻ കാണിച്ചു തരാം. നമുക്കിത് പ്രാക്ടീസ് ചെയ്യാം. ഇങ്ങനെ ഇതാക്കിയിട്ട് തിരിച്ചിട്ട് ഓക്കെ. അധികം അഭ്യാസം കാണിക്കണില്ല. നമുക്ക് മെല്ലെ ഈ ഇതെന്ത് പട്ടിക്കൂടാണോന്നറിയില്ല, പക്ഷേ പട്ടിക്കൂടല്ല. ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കാനുള്ള ചെറിയ സെറ്റപ്പൊക്കെ ഉണ്ട്. നമ്മൾ പണ്ട് ഓലക്കൂടിയൊക്കെ വെച്ചിട്ട് വീടുണ്ടാക്കില്ലേ, അതുപോലെ ഇവിടുത്തെ പിള്ളേർക്ക് കളിക്കാനായിട്ടുള്ളൊരു സ്ഥലമാണിത്. ആൻഡ് എന്തായാലും നമുക്ക് ആ ഭാഗത്തുനിന്ന് പോവാം. കാരണം നമുക്ക് നമ്മുടെ ലക്ഷ്യം ഈ കിൻഡർ ഗാർഡൻ അല്ല, നമ്മുടെ ലക്ഷ്യം ടിയർ ഗാർഡനാണ്. കിൻഡർ ഗാർഡൻ അല്ല, സോറി, പാർക്കല്ലായിരുന്നു. നമ്മുടെ ലക്ഷ്യം ടിയർ ഗാർഡനാണ്. നമ്മൾ ഓൾമോസ്റ്റും ടിയർ ഗാർഡൻ്റെ മെയിൻ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് ടിയർ ഗാർഡൻ. ഇത് ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് പോലത്തെ ഒരു ഇതാണ്. ഇവിടെ എഴുതിയിട്ടില്ല, ഇവിടെ ഹിയർ കിൻഡർ സ്പീലൻ കണ്ടോ, കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഇതാണെന്നാണ് ഇവിടെ എഴുതിയിരിക്കണത്, പാർക്ക് എന്നുള്ളത്. പിന്നെ ഇപ്പോൾ ഓട്ടം വരാൻ പോകണുള്ളത് കൊണ്ട് തന്നെ നമുക്കിവിടെ ഫുള്ള് പച്ചപ്പും കാര്യങ്ങളൊക്കെ കാണാം. നല്ല രീതിയിലുള്ള പച്ചപ്പാണ് ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നത്. ആൻഡ് ഇവിടെ കുറേ പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ കുറേ പൂക്കളും ഇലകളും ചെടികളും കാണാം. പിന്നെ ഇവിടെ തന്നെ ഇവർ ചെറിയൊരു സ്റ്റേഡിയം ഇല്ല, ചെറിയൊരു സ്റ്റേജ് പോലെ ഇതാക്കിയിട്ടുണ്ട്. കാരണം ഇവിടെ എന്തെങ്കിലും പരിപാടികളൊക്കെ വരികയാണെങ്കിൽ തന്നെ ഈ കാണുന്ന സ്റ്റേജിലാവും പരിപാടികളൊക്കെ നടക്കുക. പിന്നെ ഇവിടെ ചുറ്റും ആൾക്കാർ ഒരിക്കലും കസാരയിടലും പരിപാടികളൊക്കെ ആവും മിക്കവാറും. ഞാനൊരു പ്രാവശ്യം കണ്ടിട്ടുള്ളൂ. പിന്നെ നമുക്ക് ഇവിടുത്തെ പൂക്കളും കാര്യങ്ങളും കാണാം. ഇപ്പോൾ ഊട്ടി പോയ ഫീൽ ഉണ്ടാവും ചിലർക്ക് അല്ലേ. സോ ഇതാണ് ഇവിടുത്തെ പൂക്കൾ. യു ക്യാൻ സീ ദി ഡ്രോപ്ലെറ്റ്സ് ഒക്കെ ആയിട്ടുള്ള പൂക്കളാണ് ഇവിടുത്തെ. ഞാൻ എന്തായാലും നല്ലൊരു വ്യൂ കാണിച്ചു തരാം. നിങ്ങൾക്ക് കിളികളുടെ സൗണ്ട് കേൾക്കാനുണ്ടോ? എന്തായാലും ഞാൻ കളിപ്പിച്ചു തരാം കിളികളുടെ സൗണ്ട്. ഇവിടെ 2-3 ടൈപ്പ് ഓഫ് ഫ്ലവേഴ്സ് ഉണ്ട്. മഞ്ഞ, പിങ്ക് അല്ല, അതൊന്നിട്ട് റോസാണോ വയലറ്റ്, ഏത് കളറാണാവോ, ഇതേത് കളറാണാവോ. 2-3 ടൈപ്പ് ഓഫ് ചെടികളുണ്ട് ഇവിടെ ആക്ച്വലി. കാണാനുണ്ടോ? ഞാൻ പറഞ്ഞില്ല ഇന്ന് വെയിലുള്ള ദിവസമാണ്. അതിൻ്റെ ഒരു ഇതാണ് എൻ്റെ നിഴൽ കാണാൻ നിങ്ങൾക്ക്. പിന്നെ ഇവിടെ സൈഡിൽ ഇരിക്കാനൊക്കെ ആയിട്ട് ബെഞ്ച് പോലത്തെ, അത് മരത്തിൻ്റെ അല്ല, ഇത് മെറ്റൽ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള സാധനമാണ്. പിന്നെ ഇവിടെ അവർ മുളവടികൾ പോലത്തെ വടികൾ എന്തിനാണ് വെച്ചേക്കണേന്ന് കറക്റ്റായിട്ട് അറിയില്ല. എന്തിനാണാവോ, ചിലപ്പോൾ വല്ല പരിപാടികളും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ചിലപ്പോൾ. ഞാൻ വന്ന ദിവസം അധികം ആൾക്കാരില്ലാത്ത ദിവസം ആയതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ് സംസാരിക്കാൻ. കാരണം നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോയി കുറേ ആൾക്കാർ ഇങ്ങനെ ഇപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്താണെങ്കിൽ കുറേ ആൾക്കാർ ഇങ്ങനെ നോക്കിപ്പോവും. അപ്പോൾ എനിക്കൊരു മാതിരി ഞാനാണെങ്കിൽ ഈ പരിപാടി ചെയ്യാത്തതല്ലേ. കാരണം എനിക്ക് ചെറിയൊരു നാണുണ്ട്, ക്യാമറയിൽ വരാൻ തന്നെ ചെറിയൊരു നാണുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ നമ്മൾ ഓവർകം ചെയ്തിട്ട് വേണം നമ്മൾ വീഡിയോസൊക്കെ എടുക്കാൻ. പിന്നെ ഇവിടെ ഉള്ളത് വേറെ എന്താ ഉള്ളത്, ഓക്കെ ഇവിടെ കുറേ കാര്യങ്ങളുണ്ട് ആക്ച്വലി. പിന്നെ ഇവിടെ ചെറിയൊരു പാലം പോലത്തെ ഒരു സാധനം, ചെറിയൊരു പാലമാണ് ഇത്. പക്ഷേ വലിയ ഇതായിട്ടുള്ള കാര്യമില്ല. പക്ഷേ ക്രിസ്മസും ആ സമയമൊക്കെ ആകുമ്പോൾ നമ്മൾ ഇവിടെ ഈ കാണുന്ന ഭാഗമൊക്കെ ഇല്ലേ, അതിലൂടെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇടും. നല്ല രസമാണ് കാണാൻ.
പിന്നെ ഇതാണ് ചെറിയൊരു ലേക്കല്ല, ചെറിയൊരു തടാകം. ഇത് ഹ്യൂമൻ മെയ്ഡാണ്. പിന്നെ എൻ്റെ ഇടയിൽ ഒരു കിളിയൊക്കെ പോകുന്നത് കാണാം. കിളി പോയിന്നുണ്ട്. സോ നല്ല ക്ലിയറുള്ള വെള്ളമാണ്. ഇതിന് മീനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മീനില്ല. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി സ്ഥലമാണ്. നല്ല അടിപൊളി ക്യാമറ ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളി പിക്ചേഴ്സൊക്കെ ഇവിടെ എടുക്കാം. നമ്മുടെ കയ്യിൽ അടിപൊളി ക്യാമറ ഇല്ലാത്തതുകൊണ്ട് ക്യാമറ കൊടുക്കുന്നുണ്ടെന്ന് ഇന്ന് എന്തെങ്കിലും എടുക്കാൻ പറ്റുകയാണെങ്കിൽ എടുക്കാമെന്നൊക്കെ വെച്ചിട്ട്, പക്ഷേ അറിയില്ല. ആൻഡ് ഇതൊക്കെയാണ് ഇവിടുത്തെ വ്യൂ. ബാംഗ്ലൂരൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ബാംഗ്ലൂരിലൊക്കെ കാണുന്ന പോലത്തെ ഒരു ടൈപ്പ് ഓഫ് ലാൽബാഗൊക്കെ ഇല്ലേ, അതേപോലത്തെ ഒരു ഗാർഡനാണ് ഈ സാധനം. പക്ഷെ അധികം ക്രൗഡഡ് അല്ല. പിന്നെ ഇതോടെ പോവാം. നമുക്കിതോടെ പോവാം. ഓക്കെ. പിന്നെ ഇവിടെ ഈ ടിയർ ഗാർഡൻ്റെ അടുത്തായിട്ട് തന്നെ ക്ലീവിലത്തെ ഒരു ചെറിയൊരു മ്യൂസിയം പോലത്തെ പരിപാടി ഉണ്ട്. അപ്പോൾ ആ മ്യൂസിയം ആണ് ഈ കാണുന്ന ഫ്രണ്ടിലുള്ള ഈ നീല ബിൽഡിങ്. ഇപ്പോൾ ഓരോ ടൈമിലും അവർ ഓരോ ഇതാണെന്ന് തോന്നുന്നു ചെയ്യുന്നത്. ലൈക്ക് ഈ പർട്ടിക്കുലർ ദിവസം ലൈക്ക് 30/3/22/6/25 എന്തോ പരിപാടി അങ്ങനെ എന്തൊക്കെയാണെന്ന് തോന്നുന്നുണ്ട്. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ മ്യൂസിയമാണ്. ഞാൻ ഇവിടേക്ക് ഇതുവരെ പോയിട്ടില്ല. ഒരു ദിവസം പോകണമെന്നൊക്കെ ഉണ്ട്. ഇപ്പം സമയം കിട്ടാറില്ല. സോ നമ്മൾ വിചാരിക്കും ഇപ്പോഴും നമ്മൾ ടിയർ ഗാർഡൻ്റെ മെയിൻ സ്ഥലത്തേക്ക് എത്തിയത്. പക്ഷേ നമ്മൾ ടിയർ ഗാർഡൻ്റെ മെയിൻ സ്ഥലത്തേക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല. കാരണം ടിയർ ഗാർഡൻ്റെ ചെറിയൊരു വഴിയൂടെ മാത്രമാണ് നമ്മളിപ്പോൾ പോകണേ. സോ യു ക്യാൻ സീ ദ വ്യൂ, സൺലൈറ്റ്, എവരിത്തിങ്. പിന്നെ എന്താ ഇവിടെ കാണാനുള്ളത്? കാണാൻ കുറേ ഉണ്ട്. ഇപ്പോൾ ഞാൻ നേരിട്ട് കാണുന്നതും നിങ്ങൾ ക്യാമറയിൽ കാണുന്നതും ഭയങ്കര വ്യത്യാസം ഉണ്ടാവും. നേരിട്ട് കാണുമ്പോഴാണ് കുറച്ചുകൂടി അതിൻ്റെ ഒരു എക്സ്പ്ലോഷറും ലൈറ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുക. പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ പാലങ്ങൾ, ഈ പറഞ്ഞ മ്യൂസിയത്തിൽ നിന്ന് വരികയാണെങ്കിൽ അല്ലെങ്കിൽ റോഡ് സൈഡിൽ നിന്ന് വരികയാണെങ്കിൽ ഇവിടെ ചെറിയൊരു സ്റ്റെപ്പ് വെച്ചിട്ടുള്ള ഒരു ഇതുണ്ട്. ഇതും അടിപൊളി ലൊക്കേഷനാണ്. ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ലൊക്കേഷനാണ് ഇതും. അപ്പോൾ ഇവിടുന്ന് നേരെ റോഡ് സൈഡാണ്. ഇതേപോലെ ട്രാക്ടർ കൊണ്ട് ഇതാണ് ഹൈവേ ആണ് ഇവിടുത്തെ പരിപാടിയാണ്. ശരിക്കും ഇതിൻ്റെ എൻട്രൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൂടെ പോയിട്ടുള്ളൊരു എൻട്രൻസ് ആണ്. പക്ഷെ നമ്മൾ പോകുന്നത് ഇതുകൂടെയാണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇതോടെ പോകാം. ഇന്ന് മെയിൻ എൻട്രൻസൂടെ പോകാമല്ലോ. അതാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ ടിയർ ഗാർഡൻ ശരിക്കും ഈ കാട്ടുകൂടെ പോകാണ്ട് ഇത് തന്നെ. ഇനെന്തോ പരിപാടിയൊക്കെ നടക്കുന്നുണ്ടെന്നുണ്ട്. അവിടെ കുറച്ച് ആൾക്കാരൊക്കെ വെള്ളമൊക്കെ ഇട്ട് നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം. നല്ല അടിപൊളി സ്കൈ ആണെന്ന്. പിന്നെ കുറേ റൈഡിന് പോകുന്നുണ്ട്. അടിപൊളി റൈഡേഴ്സാണ്. എവിടുന്ന പോകണോ. ആൻഡ് ഈ കാണുന്നതാണ് ടിയർ ഗാർഡൻ. സോ ദിസ് ഈസ് ദ ടിയർ ഗാർഡൻ വിച്ച് ഐ സെഡ്. നമ്പറില്ലേ ടിയർ ഗാർഡൻ. ഇതാണ് ടിയർ ഗാർഡൻ. ദിസ് ഈസ് ദ ടിയർ ഗാർഡൻ, വൺ ആൻഡ് ഓൺലി ടിയർ ഗാർഡൻ. ആൻഡ് അതായത് നമുക്ക് ടിയർ ഗാർഡൻ്റെ മെയിൻ ഫ്രണ്ടിലോട്ട് തന്നെ പോകാം. കാരണം നമ്മൾ സൈഡിലൂടെ പോകണില്ല. ഈ കാണുന്നതൊക്കെയാണ് ഇവിടുത്തെ മരങ്ങൾ, ചെടികൾ. സെൻട്രലിലെ ഒരു ചെറിയൊരു പൂളല്ല, ലേക്ക് പോലത്തെ സാധനമുണ്ട്. ലേക്കല്ല, എന്താ പറയുക, ഇത് ഹ്യൂമൻ മെയ്ഡാണ് ബേസിക്കലി. പക്ഷേ ചെടികൾ കൊണ്ടൊക്കെ ബുഷൊക്കെ വെട്ടി നിർത്തിയിട്ടുള്ളൊരു ചെറിയൊരു പരിപാടിയാണത്. പക്ഷേ മുകളിൽ നിന്ന് കാണാൻ നല്ല രസമുണ്ട്. പക്ഷെ നമ്മുടെ കയ്യിൽ ഡ്രോണൊന്നും ഇല്ലാത്തതുകൊണ്ട് കാണിക്കാൻ പറ്റില്ല. ആൻഡ് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ടിയർ ഗാർഡൻ ഉണ്ട്. അതാണ് ഈ ഗാർഡൻ. ആൻഡ് ഇവിടെ വേറെ ആയിട്ട് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂസിയം. ആ മ്യൂസിയമാണ് ഞാൻ കാണിച്ച ഈ മ്യൂസിയം. ആൻഡ് ഇതാണ് ടിയർ ഗാർഡൻ്റെ ശരിക്കുള്ള ഫ്രണ്ട് വ്യൂ. ഇതിവിടുത്തെ ഇതിന് എന്തൊക്കെ ഹിസ്റ്ററി ഉണ്ട്. ഈ പറഞ്ഞ ക്ലീവിൽ ശരിക്കും പറയുകയാണെങ്കിൽ എന്തൊക്കെയോ വലിയ ഹിസ്റ്ററി ഒക്കെ ഉണ്ട്. ഹിസ്റ്ററി ക്ലാസ് അല്ലാത്തത് കൊണ്ട് ഞാൻ അധികം പറയണില്ല. സോ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇവിടുത്തെ ടിയർ ഗാർഡൻ്റെ മെയിനായിട്ടുള്ള ഒരു ചെറിയൊരു വ്യൂ. നമ്മൾ കറക്റ്റ് സെൻറ്ററിലാണ് നിൽക്കാൻ പോണേ. അപ്പോഴാണ് നമുക്ക് കറക്റ്റ് ഒരു ഇത് കിട്ടുള്ളൂ. ഞാൻ കറക്റ്റ് ഇങ്ങനെ സെൻറ്ററിൽ എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. സോ ഇതാണ് ഇവിടുത്തെ ഒരു ടിയർ ഗാർഡൻ. ഇവിടുത്തെ ടിയർ ഗാർഡൻ അല്ല, ഈ ടിയർ ഗാർഡൻ. പട്ടീനൊക്കെ ആയിട്ട് ആൾക്കാർ പോകുന്നുണ്ട്. അവിടെ കൺസ്ട്രക്ഷൻ ഉള്ളതുകൊണ്ട് കാണാൻ തോന്നുന്നുണ്ട്. പിന്നെ പറയില്ലേ ബാരക്കേഡ്സ് ഒക്കെ വെച്ചിട്ട് അവർ ഇതാക്കുന്നു.
ഇത് കറക്റ്റ് സെൻറ്ററാന്ന് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ മുകളിലൊരു ചെറിയൊരു സ്റ്റാച്ചു പോലത്തെ സാധനം കാണല്ലേ, അതാണ് സ്റ്റാച്ചു, അതാണ് സെൻറ്റർ. പിന്നെ ഇവിടെ എന്തോ എഴുതിയിട്ടുണ്ട്, അത് കറക്റ്റായിട്ട് എന്താ എഴുതിയേക്കണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, പിന്നെ അപ്പുറത്തൊന്നും എഴുതിയിട്ടുണ്ട്. അതെന്തോ ഉദ്ദേശിച്ചേക്കണെന്ന് മനസ്സിലായിട്ടില്ല എനിക്കിപ്പോഴും. ഏത് ഭാഷയെന്നറിയില്ല. സ്റ്റെഫാനി മൽക്കുനുള്ള ആദ്യം ആർട്ട് അങ്ങോട്ടാന്ന് തോന്നുന്നുണ്ട്. റബേ എന്തൊക്കെയോ എന്താണാവോ എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. എനിക്ക് ഇവിടെയുള്ള കുറേ കാര്യങ്ങളൊന്നും ബേസിക്കലി മനസ്സിലാവില്ല. പിന്നെ ഇതാണ് ഇവിടുത്തെ ഞാൻ പറഞ്ഞ സെൻറ്ററായിട്ടുള്ള സ്ഥലം കാണാനുണ്ട്. ആൻഡ് ഈ പുള്ളിയുടെ കയ്യിൽ ചെറിയൊരു വാളുണ്ട്. നമുക്ക് കാണാം, നേരിട്ട് കാണാൻ പറ്റുമെന്ന് അറിയില്ല, എന്തായാലും കാണിച്ചു തരാം. ഇതാണ് പുള്ളിയുടെ കയ്യിലുള്ള വാള്. ആൻഡ് ഇതാണ് ഇവിടുത്തെ ചെറിയൊരു പരിപാടി. ഇന്നിവിടെ എന്തോ ഫോട്ടോഷൂട്ട് എന്തോ പരിപാടി നടക്കുന്നുണ്ടെന്നുണ്ട്. എന്തൊക്കെയോ ആരൊക്കെയോ എന്തോ പരിപാടി. അത് കാണുന്നതാണ് ഇവിടുത്തെ ടിയർ ഗാർഡൻ്റെ മെയിൻ സെൻറ്ററായിട്ടുള്ള സ്ഥലം. ആൻഡ് ഇത് ഇനി നമുക്ക് എന്തായാലും ഇവിടുന്ന് ആ സൈഡ് കൂടെ നടന്നു പോകാം. Ja, wir haben viele Auto, ja. Und heute ist es schon so Wetter. Ja. Wir haben viele Sonne. You all come from Netherlands? Ja, Nederland, ja. So. Ja. Okay. Merkso, a cappella. So. Okay. Ja, maar ein Weekend. Die Wochenende. Ja, Wochenende. In Pannhoven. Okay, das ist schon. Ja. From in the center, ne? From here? Ja, In de Arle. dat is die wollen. Dat zit. Oké. Ziet die artiest, hè? Ja. Okay. Ja. Ich mache einen Moment. ഇവിടുത്തെ ആൾക്കാർക്ക് ഫോട്ടോ എടുത്ത് കൊടുക്കാനാണ് എന്നോട് പറഞ്ഞത്. ഞാൻ എന്തായാലും ട്രൈപ്പോഡ് ഇവിടെ വയ്ക്കാൻ പോവാണ്. ട്രൈപ്പോഡ് എടുക്കാം, കാരണം വെറുതെ എന്തിനാ വെറുതെ. Ja, from here oder from... Ich mache ja. Ja, einen Moment. Met Amphitheater drauf. Ja. Zo. Okay, ja. Ja? Dank. Ist schön. Thanks or danke? Das ist alles okay. Ja. നമ്മൾ ട്രൈപ്പോഡ് ഇവിടെ വെക്കണം. വന്നിട്ടുണ്ടല്ലോ. ഓക്കെ. Okay? Ja. Ein Moment. Alles gut? Ein Moment. Gucken. 1, 2, 3. Einmal. Alles da? Ein Moment. Ich bin nicht ein professional Fotografierer, aber ich kann, ja. Noch einmal. Ein Moment. Ja. Bitte schön. Gucken, aber ich weiß nicht, aber das ist besser oder ich weiß nicht. Manchmal ich kann noch einmal machen. Ja, okay. Klopt. Oh, nee, sehr schön. Ja, hij moet overnieuw. Super. Okay. Thank you very much. It's okay. Have a nice day. Bye bye. അങ്ങനെ അവരുടെ വീഡിയോ എടുത്ത് കൊടുത്തപ്പോൾ ചെറിയ സമാധാനം.
എന്തായാലും വീഡിയോയിൽ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കുറച്ചേലും കിട്ടിയിട്ടുണ്ടാവും വീഡിയോ എടുത്തു കൊടുക്കുന്നത്. ആൻഡ് ലെറ്റ്സ് ഗോ ബാക്ക്. ആരോടെ കുപ്പി മറന്നു വെച്ചിട്ടുണ്ട്. നമുക്ക് തിരിച്ചു പോവാം. ചുള്ളന്മാർ വീണ്ടും നന്ദി പറഞ്ഞു. ഇവർ നന്ദി പറഞ്ഞ് എനിക്ക് വയ്യാണ്ടായി. എൻ്റെ ഫോട്ടോസ് എടുക്കാൻ ആൾക്കാർക്ക് എന്താണ് ഭയങ്കര താല്പര്യമായിട്ടുള്ളൊരു കാര്യമാണെന്ന് തോന്നുന്നുണ്ട്. കാരണം എൻ്റെ കയ്യിൽ ക്യാമറ ഉള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു ഇവർക്കൊക്കെ മനസ്സിലായി ഞാനൊരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറാണെന്ന്. ഞാൻ പോലും അറിയാണ്ട് തന്നെ ഞാൻ തന്നെ ഒരു ഫോട്ടോഗ്രാഫറായി മാറി. ഇനി അധികം ഡയലോഗ് അടിക്കുന്നില്ല, നമുക്ക് അപ്പുറത്തേക്ക് പോവാം. ബിക്കോസ് വി ഹാഡ് ടു ഗോ. നമ്മൾ നൈസായിട്ട് ഇപ്പുറത്തേക്ക് കടന്നു. ആൻഡ് നമ്മളിനി പോകാൻ പോണത് ടിയർ ഗാർഡൻ്റെ സൈഡ് കൂടെയാണ് പോണേ. ആൻഡ് ഞാൻ പറഞ്ഞല്ലേ ഓരോ പരിപാടികൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇതൊരു വള്ളിക്കെട്ട് കേസല്ല. എന്തായാലും അവരുടെ സന്തോഷമാണ് നമ്മുടെ സന്തോഷം മാത്രമല്ലല്ലോ നമ്മുടെ സന്തോഷം. സോ ടിയർ ഗാർഡനിലേക്ക് തിരിച്ച് കണ്ടിന്യൂ ചെയ്യാം. സോ ഇതാണ് ടിയർ ഗാർഡൻ്റെ അടുത്ത ഭാഗം. ഇവിടെ ഇപ്പോൾ ഏകദേശം സമയം കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഓക്കെ മൈ സാംസങ്ങിൻ്റെ വാച്ചിൽ ഇപ്പോൾ 11:07 അത് സെപ്റ്റംബർ 6 ഈ വ്യൂ ആണ് ഇവിടെ. ഈ വ്യൂ സെപ്റ്റംബർ 6 അല്ലാണ്ട് വേറെ ഒരു ദിവസവും നിങ്ങൾക്ക് കിട്ടില്ല. എൻ്റെ ഞാൻ പറഞ്ഞില്ല ഇവിടെ ചെറിയൊരു സെൻറ്റർ ഓഫ് അട്രാക്ഷൻ പോലത്തെ ഒരു ഇതുണ്ട്. ഇതിൻ്റെ മുകളിലൂടെ കാണാനാണ് ഇത് രസം. ഇത് വേണമെങ്കിൽ ഞാൻ ഫോട്ടോ ഇടാം. ഇതിൻ്റെ മുകളിൽ നിന്ന് ശരിക്കും എന്താ കാണണതെന്ന് ഞാൻ ഫോട്ടോ ഇടാം. ആൻഡ് പിന്നെ ഇതാണ് നമ്മുടെ ചെറിയൊരു പാലം പോലത്തെ സെറ്റപ്പ്. ഇതും ശരിക്കും പറയുകയാണെങ്കിൽ ഒരു അടിപൊളി ഒരു ഫോട്ടോയ്ക്ക് പറ്റിയിട്ടുള്ള സ്ഥലമാണ്. അതാണ് നമ്മുടെ മ്യൂസിയം കേട്ടോ. ആൻഡ് ഇവിടെ നമുക്ക് രണ്ട് സൈഡിലും മരങ്ങൾ കാണാം അപ്പുറത്തും ഇപ്പുറത്തും. അതുകൊണ്ട് തന്നെ ഇതിവിടെ നടന്നു പോകാനും കാലത്ത് ജോഗിങ്ങിന് വരാനും ഒക്കെ ഒരു അടിപൊളി സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നിയേക്കണേ. പക്ഷേ ഞാൻ ഇതുവരെ വന്നിട്ടില്ല എന്നല്ല, ഞാൻ ഇടയ്ക്ക് പണ്ട് ചെറുപ്പത്തിൽ ഒരു വയസ്സുള്ളപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയല്ല, ഞാൻ എപ്പോഴാണ് ഒരു കൊറോണയുടെ ടൈമിലൊക്കെ ആയിട്ട് ഞാൻ ഇവിടെ ഇടയ്ക്ക് വരാറുണ്ടായിരുന്നു. ഇവിടുത്തെ ഇതൊക്കെ കാണാനും പിന്നെ ഓടാനും ചാടാനൊക്കെ ആയിട്ട് ഒരു ടൈമിൽ. പിന്നെ മെല്ലേനെ അത് നിന്നു. പിന്നെ ഇപ്പോൾ അവിടെ നിന്ന് വീട് മാറി, പഴയ സ്ഥലത്ത് നിന്ന് വീട് മാറിയതുകൊണ്ട് കുറച്ചും കൂടി ദൂരമായതുകൊണ്ട് പിന്നെ വരാറില്ല. പിന്നെ മടി. പിന്നെ ഇപ്പോൾ ഭയങ്കര അടുത്താണ് ആക്ച്വലി. എനിക്ക് വേണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാം. ആൻഡ് ഇത് ടിയർ ഗാർഡനിലുള്ള ചെറിയൊരു റെസ്റ്റോറൻറ്റ് പോലത്തെ ഒരു സാധനമാണ്. കഫേ എന്ന് പറയാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കഫേ അല്ല, ഇതൊരു റെസ്റ്റോറൻ്റാണ് ഇവിടുത്തെ. ഇതിപ്പോൾ തുറന്നിട്ടില്ല. ഞാൻ കറക്റ്റ് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ നോക്കിയിട്ട് പറയാം. ഇതാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്. ഈ ടിയർ ഗാർഡനിൽ ഇരുന്ന് ഇവിടെ ഫുഡ് കഴിക്കുകയാണെങ്കിൽ അത് ഇവിടേക്ക് വന്നാൽ മതി. ഇവിടുത്തെ റേറ്റും കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഉണ്ടോ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കാണാം. പിന്നെ ഫുഡിൻ്റെ റേറ്റുകളും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇപ്പോഴും തുറന്നിട്ടില്ല എന്നുണ്ട്. വെൽക്കം ഇൻ. പിന്നെ എല്ലാ റെസ്റ്റോറൻറ്റിലും ഇവിടെ പുറത്ത് ഇവിടുത്തെ മെനുവിൻ്റെ ലിസ്റ്റും പിന്നെ പ്രൈസും ഇടണമെന്ന് നിർബന്ധമാണ്. അപ്പോൾ ആൾക്കാർക്ക് അതിൻ്റെ ഉള്ളിൽ പോയിട്ട് ഫുഡ് അടിക്കാനായിട്ടുള്ള സാഹചര്യം ഉണ്ടോ എന്ന് തന്നെ പുറത്ത് തന്നെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഇവരിവിടെ പുറത്ത് തന്നെ പ്രൈസും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചേക്കുന്നത്. ആൾട്ടേഴ്സ് ലാൻഡ് ഹൗസ്, ഓൾഡ് ലാൻഡ് ഹൗസ് എന്നൊക്കെയാണ് അത് പറയണത്. അതുകൊണ്ട് പിന്നെ ഇവിടെ ചെറിയൊരു വിളക്കിട്ടുണ്ട്. പിന്നെ കസാരയും മേശയും കാര്യങ്ങളൊക്കെ. റെസ്റ്റോറൻറ്റ് തുറന്നു വരുന്നുള്ളൂ. കുറച്ചുകൂടി കഴിഞ്ഞാൽ തുറക്കുന്നുണ്ടാവും. എന്തായാലും നമുക്ക് തുറക്കണ സമയത്ത് ഇവിടുന്ന് നൈസായിട്ട് എസ്കേപ്പ് അടിച്ചിട്ട് നമുക്ക് ഇവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ കാണാം. ഇവിടുത്തെ ലേക്കിൽ നോർമലി ഞാൻ കിളികളെ കാണാറുണ്ട്. ഇവിടെ കുറേ ഡക്സ് ഉണ്ടാവാറുണ്ട്. ഒരു ദിവസം ഞാൻ ഇവിടെ പോകുമ്പോൾ 2 ഡക്സ് കൂടി തല്ലുകൂടായിരുന്നു. ഒരു കൂട്ടം ഡക്സ് ഒരു ഒറ്റൊരുത്തനെ അറ്റാക്ക് ചെയ്ത് കയറിയിട്ട്. അറ്റാക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ 1 അറ്റാക്ക്. ഒരു എന്താ പറയുക, യുദ്ധമായിരുന്നു അന്ന്. അങ്ങനെ അതൊരു പെണ്ണായിരുന്നോ എന്ന് അറിയില്ല. എന്ന് പറഞ്ഞാൽ ഭയങ്കര അറ്റാക്കായിരുന്നു. കൊത്തി ഇല്ലാണ്ടാവണ പോലത്തെ അറ്റാക്കായിരുന്നു. ഇവിടെ ആയിരുന്നു ഈ ലേക്കല്ല ഈ ഒരു ഭാഗത്ത്. എന്നിട്ട് എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചുണക്കൊട്ടൻ വന്നു ഒരു സൈഡിൽ നിന്ന്. അവൻ വന്ന് ബാക്കി എല്ലാവരും കൊത്തി സെറ്റാക്കി. എന്നിട്ട് അവർ നടന്നു. അവനും പിന്നെ മറ്റേ തറവായിട്ട് ബാക്കി എല്ലാ തറകളും മൂടി. സ്റ്റോറി ടെല്ലിങ് എന്ത് ചെയ്യുക, പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ അത് പറഞ്ഞു. ലെറ്റ്സ് കം ബാക്ക്. ഇതാണ് ഇവിടുത്തെ വേറൊരു സ്റ്റെപ്പ്. ഈ സ്റ്റെപ്പ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ബോട്ടിലൂടെ പോവാം. ഈ ബോട്ടിലൂടെ ഇവിടുത്തെ ആൾക്കാർക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഞാൻ വേറൊരു സെറ്റപ്പ് ഇപ്പോൾ കണ്ടു. യു ക്യാൻ സീ ഇവിടെ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് അവർ
കാണാനുണ്ടോ നിങ്ങൾക്ക്? ഞാനിപ്പോഴാണ് ശ്രദ്ധിക്കണേ, അവർ ഈ ബുഷിൻ്റെ മുകളിലൂടെയൊക്കെ ലൈറ്റ് പടച്ചിട്ടുണ്ട്. രാത്രിയാവും ചിലപ്പോൾ ഇതിൻ്റെ ഭംഗി കാണാൻ പറ്റുക. നല്ല വെയിലുള്ളത് കൊണ്ട് തന്നെ നല്ല പായലും പൂപ്പായും ഒക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ നല്ല വലിയ വലിയ മീനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് റെസ്റ്റോറൻറ്റ്. പിന്നെ ഇതാണ് ഇവിടുത്തെ നടപ്പാതയുടെ ബാക്കി ഒരു വഴി. ഞാൻ സാധാരണ ഇതിവിടെ ജോഗിങ്ങിന് പോകാറുണ്ട്. ഞാൻ പറഞ്ഞു ഇന്നൊരാളും ഇല്ലാന്നേ. ഇന്ന് എന്താണെന്നറിയില്ല, ഇന്ന് ഇവിടെ ഒരാളും ഇല്ല. എനിക്ക് തോന്നുന്നത് ഞാൻ വരുന്നത് കൊണ്ട് ഇവിടുത്തെ വഴികളൊക്കെ സെറ്റാക്കി വഴിയൊക്കെ വെട്ടി തെളിച്ച് ഇവിടെ ഒരാളിനെ കടത്താത്ത തരത്തിലാക്കിയെന്ന് തോന്നുന്നുണ്ട്. ദൈവത്തിൻ്റെ ഓരോ ഇടപെടലുകൾ. പിന്നെ ഞാൻ പറഞ്ഞ താറാവാണോ ഈ താറാവെന്ന് എനിക്കറിയില്ല കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. എൻ്റെ പെട്ടെന്ന് ഓടി ഭയങ്കര സ്പീഡിൽ ഓടി വന്നു. അയ്യോ എനിക്ക് വയ്യ, എനിക്ക് കുറച്ച് വെള്ളം വേണേ എന്ന് പറഞ്ഞ് ആരെങ്കിലും ഉണ്ടാവുമല്ലോ. കൂടെ വയസ്സായ അമ്മമാരുള്ള സ്ഥലമായതുകൊണ്ട് ഇവരിവിടെ തന്നെ കസാരയൊക്കെ ഇടാറുണ്ട്, ബെഞ്ച്. അതൊരു മരത്തിൻ്റെ ബെഞ്ചാണ് ഇവിടെ ഇട്ടേക്കണത്. പിന്നെ അവിടെ ഒരു വേസ്റ്റ് ബിന്നും ഉണ്ട്. ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുകയാണെങ്കിൽ ഫുഡ് കഴിക്കാം, സ്നാക്സ് കഴിക്കുകയാണെങ്കിൽ സ്നാക്സ് കഴിക്കാം. എന്നിട്ട് അതിന് ശേഷം വേസ്റ്റ് ആയില്ല കേട്ടോ. ഇപ്പോൾ എന്താണെന്നറിയില്ല, ഈ വേസ്റ്റിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കി നോക്കാം നമുക്ക്. അധികം ഇല്ല, കുറേ ഇലകളാണ്. ഇലകൾ തന്നെ വന്നത് തന്നെയാണെന്ന് തോന്നുന്നുണ്ട്. ഇതന്നെ പറഞ്ഞില്ല, ഓട്ടം ആയതുകൊണ്ട് ഫുള്ള് ഇലകളൊക്കെ കൊഴിഞ്ഞു പോണു. പിന്നെ അവിടെയാണ് പാർക്കിംഗ്. നല്ല വ്യൂ ആണ്. എന്താണെന്നറിയില്ല, എന്നൊരു നല്ല അടിപൊളി ദിവസമാണെന്നാണ് തോന്നുന്നത്. കാരണം തോന്നുന്നു, ഐ തിങ്ക് സോ, ബിക്കോസ് ദിസ് വിൽ ബി വൺ ഓഫ് ദി ബെസ്റ്റ് ഡേ ഐ ഹാഡ്. എനിക്കിന്നൊരു ഭയങ്കര ഒരു എന്താ പറയുക, സെൽഫ് റെസ്പെക്റ്റ് ഒക്കെ തോന്നുന്ന ഒരു ദിവസമാണ്. ഞാൻ പറഞ്ഞില്ല, ആദ്യമായിട്ടാണ് ഇങ്ങനെ പുറത്ത് പോയിട്ട് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നതും ഇതൊക്കെ. പിന്നെ ആ ഒരു സാധനം ഞാൻ പറയാം കേട്ടോ, പെട്ടെന്ന് കണ്ടതാണ്. ഇപ്പോൾ പോണതില്ലേ ആ ഒരു സാധനം ചവിട്ടിയിട്ട് അതിനെ കുറിച്ചിട്ട് ഞാൻ പറയാം, ഡീറ്റെയിൽ ആയിട്ട് പറയാം. നമ്മളവിടേക്ക് എത്തിയിട്ടില്ല, അത് വേറൊരു സ്റ്റോറിയാണ്. ആ സ്റ്റോറി പറയാനായിട്ട് അവിടെ വരെ എത്തണം. കാരണം ഈ നടപ്പാതയിൽ പോകുമ്പോൾ നമുക്ക് അതും നടപ്പാതയും വഴി വയ്ക്കൽ കാണുന്നുണ്ട്. ആൻഡ് ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ ഇതിപ്പോൾ ഇവിടെ നിന്ന് വീണ്ടും ഇതൊക്കെയാണ് ഇവിടുത്തെ വ്യൂ, ടിയർ ഗാർഡൻ. നിങ്ങൾക്കല്ല അതേ പോണു, ഞാൻ പറഞ്ഞില്ല സ്റ്റോറി ഉണ്ടെന്ന് പറഞ്ഞത്. അതേ പോണു വേറൊരു വണ്ടി. ഈ വണ്ടി എന്തിനാണ് ഇങ്ങനെ പോണേ, എങ്ങനെയാണ് ഇങ്ങനെ പോണേന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഇവിടെ അവർ മലബിളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് എത്ര മിനിറ്റ് വീഡിയോ ആണെന്ന് എനിക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. കാരണം ഞാൻ ഇത് റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരമായെന്ന് തോന്നുന്നുണ്ട്. ഇതൊക്കെ എവിടെയൊക്കെ കട്ട് വരിക, ചിലപ്പോൾ ഫുൾ കട്ടില്ലാണ്ടൊക്കെ ആവും ചിലപ്പോൾ ഈ വീഡിയോ ഇതിൽ ഉണ്ടാവുക. ബിക്കോസ് ഐ റിയലി ഡോണ്ട് നോ ഹൗ മച്ച് ലെങ്തി ഇറ്റ് വിൽ ബി. എനിവേ, ഞാൻ ആദ്യമായിട്ട് ഇടാൻ പോണ ഒരു വീഡിയോ ആയതുകൊണ്ട് എനിക്ക് നിർബന്ധമുണ്ട് ഇത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു വീഡിയോ ആയിരിക്കണമെന്ന്. സോ ഈ ഷോ ഇടയ്ക്കിടയ്ക്ക് വരും. എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ചെറുപ്പത്തിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ പഠിക്കാനൊക്കെ പോയിട്ടുണ്ട്. സോ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവിടെ ഒരു സാറുണ്ടായിരുന്നു, പ്രൊഫസറല്ല സാർ. അപ്പോൾ സാറ് എല്ലാ വാക്കുകളും ശേഷം കുത്തുടർന്ന പോലെയാണ് ഷോ പറഞ്ഞിരുന്നത്. സോ ഞാനത് കേട്ട് ഐ യൂസ്ഡായി. പിന്നെ ആ സാധനം മാറ്റാൻ പറ്റാറില്ല ഇടയ്ക്ക്. ഇപ്പോൾ ഓക്കെ ആയിരുന്നു ഇടയ്ക്ക്, എന്നാലും ഓക്കെ അല്ല. പിന്നെ ഈ യാ എന്ന് പറയുന്നത് ജർമ്മനിയിൽ ഇവിടെ കുറേ ആൾക്കാരും യെസ് എന്നുള്ളതിന് യാ അങ്ങനെയാണ് പറയാറ്. സോ നാട്ടിലത്തെയും ഇവിടത്തെയും സോ അങ്ങനെ വന്നു. പിന്നെ ഇവിടെ ഒരു ഇതിൽ എന്തോ എഴുതി വെച്ചിട്ടുണ്ട് അവർ. ഇവിടെ എന്തോ വാണിംഗ്, ഓക്കെ എവിടേക്ക് പോകാൻ പാടില്ല എന്നാ അങ്ങനെ എന്തോ സെറ്റപ്പാണ് ഇവിടെ. കണ്ടോ, അവിടെ പോയി അവരുടെ കാല് കിട്ടുന്ന കൈ കിട്ടുന്ന ഷോക്ക് ഉണ്ടെന്ന് അങ്ങനെ എന്തോ ആണ്, കറക്റ്റായിട്ട് അറിയില്ല. ഇവിടെ ആപ്പിൾ മരം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഗോവയല്ല മറ്റേ സാധനം എന്താ പറയുക, ഇതിനെന്താ പറയുക, ബിർണൻ PS ആ സാധനം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇതേ താറാവുകൂട്ടം. ഞാൻ പറഞ്ഞ താറാവുകൂട്ടങ്ങളിൽ ഉള്ള ആൾക്കാരൊക്കെയാണോ, ഞാൻ പറഞ്ഞ താറാവുകൂട്ടങ്ങളിലുള്ള ആൾക്കാരാണോ അത് വരുന്നതെന്ന് അറിയില്ല. പിന്നെ അവിടെ കാണുന്നത് ചെറിയൊരു വണ്ടി പോലത്തെ സെറ്റപ്പ് കാണുന്നില്ലേ, അതിൻ്റെ ഉള്ളിൽ ശരിക്കും കുതിരേനെ കൊണ്ടുപോകാറുള്ള വണ്ടിയാണ്. പക്ഷേ കുതിര പോയിട്ട് അവിടെ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ആടിനെയാണ്. അതെന്താണ് ആ ആട്? ഓക്കെ, എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ സൂ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഒരു സൂ ഉണ്ട്. ബേസിക്കലി ഈ കാണുന്ന എൻ്റെ ബാക്കിലാണ് സൂ. അപ്പം അതിൻ്റെ അവിടെയുള്ള ആടാന്ന് തോന്നുന്നുണ്ട്. ടിയർ ഗാർഡൻ ക്ലീവേ ദർസൂസും അൻഫാസ്. എനിക്ക് തോന്നുന്നു പനി പിടിച്ചിട്ടുള്ളൊരു ഇതാന്ന് തോന്നുന്നുണ്ട് ഈ ആട്. എനിവേ ലെറ്റ്സ് ഗോ.
പാവം തിന്നുണ്ട് ചവച്ച്. സോ ഇതൊക്കെയാണ് ഇവിടുത്തെ വ്യൂ. എന്തായാലും ഞാൻ കുറച്ച് നേരം മെല്ലെ ഇത് കട്ട് ചെയ്യാൻ പോവാണ്. പിന്നെ ഇവിടെ എന്തോ ചരിത്രമൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. എന്തോ എഴുതിയിട്ടുണ്ട്, കറക്റ്റായിട്ട് അറിയില്ല. വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് ഈ ചെമ്മീചാട്ടിനാന്നുള്ളൂ. ബ്യൂട്ടിഫുൾ. അവിടെ ബേസിക്കലി കണ്ടോ, അവിടെ വേറെ 2 ആടുകളും ഉണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചു 1 ആട് മാത്രമാണ്, 2 ആടുകളുണ്ട് അവിടെ. പിന്നെ ഇവിടുത്തെ അമ്മമാർ കുട്ടികളായിട്ട് പോണതോ, പറപ്പിച്ചുകൂടെ പാപ്പ എന്നാറുണ്ടാവും കുട്ടി. പാപ്പനല്ല പാപ്പി. ആണുങ്ങൾക്ക് പാപ്പൻ, പെണ്ണുങ്ങൾക്ക് പാപ്പി. എന്താല്ലേ പക്ഷേ എൻ്റെ വീട്ടിലെ മമ്മിക്കൊരു പൂച്ചയുണ്ട്. മമ്മിക്ക് വീട്ടിലുള്ള പൂച്ചയുടെ പേര് പാപ്പി എന്നാണ്. പാപ്പി. ഞാൻ എൻ്റെ പട്ടീനെ ആർക്കെങ്കിലും അറിയുമെന്ന് അറിയില്ല. എന്തായാലും കുറച്ച് പേർക്കെങ്കിലും അറിയണ്ടാവും. എന്നെ അറിയുന്ന ആൾക്കാർക്ക്, എൻ്റെ അറിയുന്ന ആൾക്കാർ ഈ വീഡിയോസ് കാണുന്നുണ്ടാവില്ല എന്ന് എനിക്കറിയാം. കാണുകയാണെങ്കിൽ പെപ്പേനെ അറിയില്ല എല്ലാവർക്കും. സോ പെപ്പേനെ വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ മമ്മിക്ക് ചെറിയൊരു ഇത് പൂച്ചയ്ക്ക് പേരിടുന്നത്. അങ്ങനെ പൂച്ചയ്ക്ക് പേരിട്ടു പാപ്പി. മമ്മിയുടെ ഒരു കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഈ ട്രാക്ക് ഇവിടെ നേരത്തെ കുറച്ച് ആൾക്കാരൊക്കെ ഒരു സാധനമായിട്ട് പോയിരുന്നില്ലേ, അപ്പോൾ അതിനെ കുറിച്ചിട്ടുള്ളൊരു ഇതാണ്. 100 മീറ്ററിൽ സിഗ്നലുണ്ട്. ഇതൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. പിന്നെ ഇത് പണ്ട് നെതർലാൻഡ്സിലേക്കുള്ളൊരു ട്രാക്കായിരുന്നു ഇവിടുന്ന് ഈ പറഞ്ഞ ക്ലീവ് എന്ന് പറഞ്ഞ സാധനം, ക്ലീവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് നേരെ നെതർലാൻഡ്സിലേക്ക് പോകാൻ പറ്റിയിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ ട്രാക്ക് അവർ ഇല്ലാണ്ടാക്കിയിട്ട് ഇപ്പോൾ ഇതിവിടെ സൈക്കിള് പോലത്തെ സെറ്റപ്പ് പോണൊരു സ്ഥലമാക്കി മാറ്റിയിട്ടുണ്ട് അവർ. ആൻഡ് ഇതൊക്കെയാണ് ബേസിക്കലി ഈ ടിയർ ഗാർഡനെ കുറിച്ച് പറയാനുള്ളത്. ഇനിയും കുറേ പറയാനുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞാനിവിടെ കുറേ നേരം സംസാരിച്ച് നടക്കുന്ന ആളായത് കൊണ്ടാണെന്ന് തോന്നുന്നു ഞാൻ അങ്ങനെ കുറേ സംസാരിക്കും. പിന്നെ എന്തായാലും ഇവിടുന്ന് അപ്പുറത്തേക്കൊരു നല്ല വ്യൂ ഉണ്ട്, അത് കാണിച്ചു തരാം. സോ ഇതാണ് വേറൊരു അടിപൊളി വ്യൂ. യു ക്യാൻ സീ ദിസ്. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ നല്ല അടിപൊളി ഫോട്ടോസൊക്കെ ഉണ്ട്. ക്യാമറ ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളി ഫോട്ടോസൊക്കെ കിട്ടും. ഇപ്പോൾ ഈ ചുരുങ്ങിയ സെറ്റപ്പിൽ നമുക്ക് നിങ്ങൾക്ക് കാണിക്കാനൊക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ ഒരു ദിവസം ഇറങ്ങി ഇങ്ങനത്തെ ഒരു വീരൊക്കെ കൊണ്ട് ഇങ്ങനെയൊക്കെ എടുക്കണമെങ്കിൽ കുറച്ച് ഡെഡിക്കേഷൻ ഉണ്ട് എനിക്ക്. എന്താണെന്ന് അറിയില്ല, എനിക്കിപ്പോൾ ഭയങ്കര ഡെഡിക്കേഷനാണ്. പിന്നെ അത് മാത്രമല്ല, ഞാൻ പറഞ്ഞില്ല ഇവിടെ ഞാൻ പറഞ്ഞു ഫോട്ടോയ്ക്ക് പറ്റിയ അടിപൊളി സ്ഥലങ്ങളാട്ടോ. നമുക്ക് ഇതൊക്കെ ഒരു ഫോട്ടോ എടുക്കണമെങ്കിലേ എൻ്റെ കണ്ണിൽ കാണുന്നതും ക്യാമറയിൽ കാണുന്നതും ഭയങ്കര വ്യത്യാസമുണ്ട്. പിന്നെ ഇതാണ് ഇവിടുത്തെ ഒരു സൂ എന്ന് പറഞ്ഞത്. ഇവിടെ കുറേ വൈൽഡ് അനിമൽസ് ഇല്ലെങ്കിലും ഇവിടെ ഉള്ള ചെറിയ എന്താ പറയുക, പശു, ആട്, പോത്ത്, ചെമ്മരിയാട്, അങ്ങനത്തെ കുഞ്ഞു സാധനങ്ങളൊക്കെ ഇവിടെ ഉള്ളത്. അല്ലാണ്ട് വലിയ മാനുകളുണ്ടാവും കേട്ടോ. മാനുണ്ടാവും. മാന നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ തന്നെ മാനുകൾ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. പിന്നെ ചില്ലറ പരിപാടികളൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് പുറത്തുനിന്ന് കാണാം. അവിടെ ഒരു ചെറിയൊരു അവിടെ ഒരു മാനാന്ന് തോന്നുന്നുണ്ട്, റെയിൻഡിയർ ആണോ എന്നറിയില്ല, അത് കാണാം. പിന്നെ ഇവിടെ ഉള്ളത് എന്തൊക്കെയോ കുറേ ഫുഡും കാര്യങ്ങളും കൂടെ ഉള്ള സെറ്റപ്പും ജയിൽ പോലത്തെ സാധനമാണ്. പിന്നെ ഇവിടെ ആൾക്കാരൊക്കെ നടന്നു പോണ ഒരു സ്ഥലമാണ്. അമ്മച്ചിമാരൊക്കെ നമുക്ക് നടന്നു പോകുന്നത് കാണാം. കണ്ടോ, 2 അമ്മച്ചിമാർ വർത്തമാനമൊക്കെ പറഞ്ഞു പോണു. പിന്നെന്താ, ഇവിടെ ഫുള്ള് നല്ല മരങ്ങളാട്ടോ. ഫുൾ വ്യൂ തന്നെ നല്ല മരങ്ങളാണ്. പിന്നെ ഇവിടെ ഓസ്ട്രിച്ച് അല്ല എമ്മുവോ എന്തുകൊണ്ട്, ഓസ്ട്രിച്ചാണോ എമ്മു ആണോന്ന് അറിയില്ല. അവിടുത്തെ ആ ഒരു ഇത് കണ്ടോ നിങ്ങൾ, ആ ഒരു ഇതിൽ കൊടുത്തിട്ടുണ്ട് ഓസ്ട്രിച്ച്. പിന്നെ വേറെ എന്തോ കുറേ എന്തൊക്കെയോ മൃഗങ്ങളുണ്ട് ഇവിടെ. ഞാൻ എവിടേക്ക് ഇതുവരെ പോയിട്ടില്ല. എനിക്ക് ഈ പറഞ്ഞ സ്ഥലത്തേക്ക് പോകണം എന്നൊക്കെ ഉണ്ട്. എനിക്ക് ഈ പറഞ്ഞ സ്ഥലത്തേക്ക് പോകണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ എന്താ കാണാനുള്ളതെന്ന് കറക്റ്റായിട്ട് അറിയില്ല. എനിക്ക് ശരിക്കും പറയുകയാണെങ്കിൽ നല്ലൊരു ക്യാമറയ്ക്ക് വാങ്ങി ഈ കാട്ടിക്കൊക്കെ പോയി ഫോട്ടോസ് എടുക്കാനാണ് താല്പര്യം. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിക്കാണ് എനിക്ക് താല്പര്യം. പക്ഷേ നമ്മുടെ നാട്ടിൽ വൈൽഡില്ല, നമ്മുടെ നാട്ടിൽ ലൈഫില്ല. സോ വൈൽഡ് ലൈഫ് ചെയ്യാൻ പറ്റില്ല. സോ ക്യാമറയില്ല. സോ നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളും ഇതൊക്കെ സ്വപ്നങ്ങളൊക്കെ മനസ്സിലിങ്ങനെ എടുത്ത് വയ്ക്കുക. എന്നിട്ട് കുറച്ച് നേരത്തേക്ക് കൂടി വെയിറ്റ് ചെയ്യുക. ഗുഡ് തിങ്സ് ടേക്ക് ടൈം യുനോ. എന്തായാലും ഇന്ന് ഞാൻ ഇങ്ങനെ പറയുകയാണെങ്കിൽ ഞാനൊരു ദിവസം വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറാവും. മോനെ കുട്ട ഇതൊന്നും പറയുന്നില്ല കേട്ടോ. സോ ഇതിവിടെ ആണ്. ഇവിടെ ഈ പശുമ്പ ഇത് കുത്തണ പശുമ്പ എന്നല്ല, നല്ല അടിപൊളി പോത്ത് പോലത്തെ ഒരു പശുമ്പ. പോത്ത് പോലത്തെ പശുമ്പ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്നറിയില്ല. ഞാൻ പറഞ്ഞില്ലേ ട്രാക്കൂടെ ആൾക്കാർ പോകണ്ടെന്ന്. ഇവിടുത്തെ ട്രാക്കൂടെ പോണ ആൾക്കാർ
അതൊരു സൈക്കിൾ പോലത്തെ സാധനമാണ്. അത് ഓടിച്ചിട്ട് അവരിതോടെ പോകും. അത് ഞാൻ പറഞ്ഞില്ലേ, നെതർലാൻഡ്സ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഇവിടുന്ന് പോകാൻ പറ്റുമായിരുന്നു. അപ്പോൾ ആ ഒരു ട്രാക്ക് ഇല്ലാണ്ടാക്കിയിട്ട് അവിടെ ഇങ്ങനെ ആൾക്കാർക്ക് സൈക്കിൾ പോലത്തെ സാധനം ആക്കിയിട്ട് പോവുക, തിരിച്ചു വരാം, അങ്ങനത്തെ ഒരു സെറ്റപ്പ് ആക്കി. ചുമ്മാ ഒരു ഫൺ. അത് സമ്മറിൽ മാത്രം ഓപ്പൺ ആക്കുള്ളൂ, കാരണം വിൻ്ററിൽ സൈക്കിളൊന്നും ചവിട്ടാൻ പറ്റില്ലല്ലോ. ആൻഡ് യു ക്യാൻ സി ഇവിടുത്തെ ചെമ്മരിയാടുകളും കാര്യങ്ങളൊക്കെ കാണാം. ചെമ്മരിയാട് കാണോ? ഒരു ജന്തുക്കളും, ഐ മീൻ ജന്തുക്കൾ മീൻസ് എനിമൽസ്, ബാഡ് വേർഡ്സ് ഒന്നും അല്ല ഞാൻ പറഞ്ഞ. എൻ്റെ ശബ്ദം കേട്ടപ്പോൾ ഒരു ദാരുതേ ഇത് എന്നിട്ട് അങ്ങോട്ട് പോണു. ഞാനിനി വെറൈറ്റി സൗണ്ട് ഉണ്ടാക്കാൻ പോകട്ടോ, അവർ കേൾക്കാൻ നോക്കട്ടെ കേട്ടോ. എനിക്ക് തോന്നുന്നത് അവർക്കൊന്നും ചെവി കേൾക്കില്ല, കാരണം ഞാൻ പറയുന്നതൊക്കെ ബ്ലണ്ടറായിട്ടാണ് അവർക്ക് തോന്നണത്. ഒരു വികാരമില്ലാത്ത ആൾക്കാരെ പോലെയാണ് ഈ 1, 2, 3, 4, 5, 6, 7, 8. എന്ത് പറ്റി? ഒരാൾ ഫുട്ബോളൊക്കെ തട്ടിയിട്ട് അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഐ ഡോണ്ട് നോ വാട്ട് ഈസ് ഹാപ്പനിങ് ടു ദീസ് പീപ്പിൾ. നോ ഐഡിയ അല്ലേ. എനിവേ നമുക്ക് അവിടെ നിന്ന് പോകാം. ടിയർ ഗാർഡൻ്റെ പകുതിയാണ് നിങ്ങൾ കണ്ടിട്ടുള്ളൂ. ഇത് ശരിക്കും വേണമെങ്കിൽ ഏക്കർ കണക്കിന് സ്ഥലമാണ്. ഞാനിങ്ങനെ നടന്ന് സംസാരിക്കുമ്പോൾ കുറേ നേരം ഈ വീഡിയോ കാണുന്ന പോലെ തോന്നുന്നുണ്ടെങ്കിൽ സോറി. ഞാനിങ്ങനെ നടന്ന് സംസാരിക്കുന്ന ഒരാളാണ്. പിന്നെ ഒരു ദിവസം ഞാൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ, നടന്ന് പോകുമ്പോൾ ഒറ്റയ്ക്കൊക്കെ സംസാരിക്കുമ്പോൾ മമ്മി പറഞ്ഞു, മോനെ നിനക്ക് സംസാരിക്കാൻ ഞങ്ങളൊക്കെ ഇല്ലേ, നീ എന്തിനാ ഒറ്റയ്ക്ക് സംസാരിക്കണേന്ന്. അപ്പം ഞാൻ വിചാരിച്ചു ശരിയല്ല, മമ്മി പറഞ്ഞ ശരിയല്ല, ഞാൻ ഇതിനോട് ഒറ്റയ്ക്ക് സംസാരിക്കുന്നത്. ബേസിക്കലി ഇപ്പോൾ ഞാൻ ക്യാമറയ്ക്ക് നോക്കിയിട്ട് ഒറ്റയ്ക്ക് സംസാരിക്കുക ചെയ്യണേ. മണ്ടത്തരാണ് ഞാൻ ചെയ്യുന്നത്. എന്തായാലും മണ്ടത്തരം എന്നല്ലേ, എന്തായാലും ഇതൊക്കെ രസമല്ലേ. പിന്നെ ഇവിടെ വേറൊരു ട്രാക്ക് പോലത്തെ ഒരു ഇത് കാണാം. ഇങ്ങനെയൊക്കെ നമ്മളൊപ്പം ഉണ്ടായിരുന്ന അമ്മച്ചിമാരാണ് പോയത്. ആൻഡ് നമുക്കിനി ഇവിടുന്ന് വേറെ സ്ഥലത്തേക്ക് പോകാം. ഇത് ബേസിക്കലി കുറച്ച് ദൂരം നടക്കാനുള്ളൊരു വഴിയുണ്ട്. ഞാൻ ഇത് ഭയങ്കര ലെങ്തി ആക്കണ്ടെന്ന് വെച്ചിട്ട് ഇങ്ങനെ പോവാണ്. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ നോക്കാറുണ്ട് ക്യാമറ. ഞാൻ ഇടയ്ക്ക് അങ്ങോട്ട് തിരിക്കും, ഇടയ്ക്ക് ഇങ്ങോട്ട് തിരിക്കും ക്യാമറ. കാരണം ഇടയ്ക്ക് ഇത് റെക്കോർഡിങ് ഒന്ന് പോകണ്ടോന്ന് പോലും എനിക്കറിയില്ല. കാരണം ഞാൻ ഈ എടുക്കണ വീഡിയോസൊന്നും ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല. വീഡിയോസൊക്കെ കറക്റ്റ് ആവുമെന്നൊന്നും എനിക്കറിയില്ല. എനിവേ നല്ലൊരു കിളീനെ കണ്ടു പെട്ടെന്ന്. കാണാണ്ട നിങ്ങൾക്ക് ഒരു സുന്ദരിക്കുട്ടി. ഈ സുന്ദരിക്കുട്ടി ഇപ്പോൾ പൂട്ടിടുന്ന പോയി പേടിച്ചു. ആൻഡ് ഞാനിനി വേറൊരു പരിപാടി ട്രൈ ചെയ്യാൻ പോകണം. ഞാൻ എൻ്റെ ബാഗൊക്കെ ഓടുന്നുണ്ട്. ബാഗ് ചുമ്മാ തമാശക്ക് കൊടുന്നതല്ല. അവിടെ എന്തോ പരിപാടി നടക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് ആ സൈഡിൽ. പിന്നെ ഇവിടെ ആൾക്കാർ ഈ ക്യാമ്പിങ്ങിനൊക്കെ ആയിട്ട് വരും. ഈ കാരവനൊക്കെ ആയിട്ട് ആൾക്കാർ വരുന്ന ആൾക്കാർ ഇവിടെ സൈഡിൽ കാരവനൊക്കെ പാർക്ക് ചെയ്യാറുണ്ട്. അത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അവർ എന്താ പരിപാടി എവിടേക്കാണ് പോകണമെന്ന് അറിയില്ല. ബട്ട് ഇന്നിവിടെ എനിക്കിപ്പോൾ കുറച്ച് ടെൻറ്റുകളും കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. എന്താണെന്നറിയില്ല, ഇവിടെ എന്താ സർക്കസ് നടക്കുന്നുണ്ടോയെന്ന് അറിയില്ല, അതോ വേറെ എന്തെങ്കിലും പരിപാടി നടക്കുന്നുണ്ടോയെന്ന് അറിയില്ല. എനിവേ നമുക്ക് അങ്ങോട്ട് പോയി നോക്കി നോക്കാം എന്താ പരിപാടി എന്ന്. നമുക്ക് കണ്ടറിഞ്ഞാലേ അറിയുള്ളൂ. തോമസ് ലേഖയുടെ പോലെ കണ്ടറിഞ്ഞാൽ എനിക്ക് വിശ്വാസം തരുള്ളൂ. ലെറ്റ്സ് ഗോ. ഇനി 2 മിനിറ്റ് ഞാൻ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ സൈഡിലൂടെ പോകുമ്പോൾ വീടൊന്നും കണ്ടിട്ടില്ലായിരുന്നു ഇവിടെ. ബട്ട് ഈ സൈഡിലൂടെ പോയപ്പോൾ ഞാനൊരു വീട് പോലത്തെ സെറ്റപ്പ് കണ്ടു. അതെന്താണെന്ന് നോക്കാൻ എൻ്റെ മനസ്സാഗ്രഹിക്കുന്നു. ഞാനിതുവരെ കണ്ടിട്ടില്ല കേട്ടോ ഇവിടെ ഒരു വീടുള്ള ഒരു കാര്യം. എന്താണാവോ അത്? ഇവിടുത്തെ ആൾക്കാർക്ക് താമസിക്കാനുള്ള വീടാണോ എന്താണോ എന്നറിയില്ല. പക്ഷേ ഇതും നല്ലൊരു രസമുണ്ട് കാണാൻ. കുരങ്ങന്മാരിൽ നിന്നാണ് മനുഷ്യന്മാരുണ്ടായെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. എന്ത് തേങ്ങയെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവില്ല. കുരങ്ങന്മാരിൽ നിന്നാണ് മനുഷ്യന്മാരുണ്ടായിരുന്നു. സയൻസ് ഒരു കണക്കിനൊക്കെ നല്ലതാണ്. പക്ഷേ ചില ആൾക്കാർക്ക് ബോധമില്ല. പോണ വഴിയിൽ ഈ ട്രക്ക് കൂടെ വെറുതെ എടുക്കണുണ്ട്. എനിക്ക് തോന്നുന്നത് ഇവിടെ ഈ ഇതിൽ കൊടുക്കുന്ന സാധനങ്ങളൊക്കെ എന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ എന്തോ മജസ്റ്റിക് ഹറ്റ് സ്പീൽ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്. പാലറ്റുകളാണോ അതാണോ എന്തായാലും ഇവിടേക്ക് എന്തോ അതിൻ്റെ ഉള്ളിലേക്കുള്ള എന്തോ സാധനങ്ങളൊക്കെയാണ്. ഓക്കെ, സോ നമ്മളിനി വേറൊരു പരിപാടി ഞാൻ പറഞ്ഞില്ല. എൻ്റെ ബാഗിൽ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ട്രൈ ചെയ്യാനാണ് ബേസിക്കലി ഞാൻ അവിടെ വന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ നമുക്കൊരു വ്ളോഗും ചെയ്യാം കാര്യങ്ങളൊക്കെ. ഞാൻ ഗോപ്രോ കൊടുക്കുന്നുണ്ട്. ഗോപ്രോ എന്തിനാണ് കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ വീഡിയോസൊക്കെ വർക്കാവുമോ എന്ന് അറിയാൻ എനിക്ക് പറ്റും.
ആൻഡ് വീണ്ടും ഞാനൊരു പാലം കണ്ടു, നല്ല അടിപൊളി ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടുള്ള സ്ഥലം. ആൻഡ് ഇവിടുത്തെ ചീന ഡാമായിട്ട് കൊണ്ടിരിക്കുകയാണ് ഇതും. ആൻഡ് നൗ ലെറ്റ്സ് എവിടെയെങ്കിലും ഇരിക്കാൻ പറ്റിയിട്ടുള്ള സെറ്റപ്പ് നോക്കുകയാണ് ഞാൻ ബേസിക്കലി. സോ കുറച്ച് നേരം ഇരുന്നിട്ട് ഞാൻ എൻ്റെ ട്രൈപോഡും കാര്യങ്ങളും പിന്നെ എൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം, ഞാൻ എന്തൊക്കെ ബാഗിൽ കൊണ്ടുവന്നേന്ന്. പിന്നെ ഇത് ഭയങ്കര ലെങ്തി വീഡിയോ ആവില്ലേ, എനിക്ക് തോന്നുന്നൊരു 10-20 മിനിറ്റിൻ്റെ വീഡിയോ ആവും ചിലപ്പോൾ. ഇത് അറിയില്ല എത്രത്തോളം മിനിറ്റ് ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. എനിവേ യൂട്യൂബിലിടുന്നത് കൊണ്ട് എന്തെങ്കിലും ലെങ്തി വീഡിയോസ് അല്ലേ. ഈ ഇൻസ്റ്റാഗ്രാമിലിടുമ്പോഴേ ഒരു 3 മിനിറ്റിനുള്ള അവർക്ക് കാര്യങ്ങൾ സെറ്റാക്കി കൊടുക്കണം. മൈ ഗോഡ്, എളുപ്പമല്ല കേട്ടോ ഈ 3 മിനിറ്റിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ സ്ഥലത്തിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ. ചില ആൾക്കാരൊക്കെ വീഡിയോ കണ്ടിട്ടുണ്ട്, എന്നാൽ കുഞ്ഞിന് വീഡിയോ ഇടും പരിപാടി കഴിഞ്ഞു. എനിക്ക് ഭയങ്കര എക്സ്പ്ലനേഷൻ കൊടുക്കും എല്ലാറ്റിനും ഞാൻ. അപ്പോൾ ആൾക്കാർ പറയും ലെങ്തി വീഡിയോസ് ഇടരുത്. പക്ഷേ യൂട്യൂബിൽ ലെങ്തി വീഡിയോസ് ഇടാലോടാ, പറ്റില്ലേ? ഇടാൻ പറ്റും. താറാവ് ബ്യൂട്ടിഫുൾ അല്ലേ. പിന്നെ ഇവിടെ മറ്റേ ബ്ലൂബെറി ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ബ്ലൂബെറി അല്ലേ, മൾബറി. ഏതൊക്കെയോ കിളികൾ എന്തിനൊക്കെയോ വേണ്ടി കറിയുണ്ട്. വാവ് മാൻ, ദിസ് പ്ലേസ് ഇസ് ആക്ച്വലി നമ്മൾ എന്തായാലും ഇവിടെ നിന്നിട്ടാണ് നമ്മുടെ ട്രൈപോഡ് ഓപ്പൺ ചെയ്യാൻ പോണേ. നോക്കി നോക്കാം ഇവിടെ എന്തൊക്കെയാണ് സെറ്റപ്പ് എന്ന്. ലെറ്റ്സ് സീ. ഇനി നമ്മൾ ഇവിടെ നമ്മുടെ ബാഗ് ഓപ്പൺ ചെയ്തിട്ട് മെല്ലാണ് നമ്മൾ നമ്മുടെ അക്സസറീസൊക്കെ പുറത്തെടുത്ത് വർക്കിംഗ് ആക്കാൻ പറ്റുമോ എന്ന് നോക്കും. ഓക്കെ, ട്രൈപോഡ് ഗോപ്രോ എന്ന് പറഞ്ഞ സാധനം. ഓക്കെ നമ്മുടെ ഇവിടുത്തെ ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റും കഴിഞ്ഞു. ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യാനാണ് ഇവിടെ വന്നത്. ലൈക്ക് ക്യാമറയുടെ അക്സസറീസ് കുറച്ചുണ്ടായിരുന്നു. സോ അതൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളൊരു സ്ഥലമായിരുന്നു. ആൻഡ് ഈ സ്ഥലം അടിപൊളി സ്ഥലമാണ്. അധികം ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റി. ആൻഡ് ഇതും ഒരു അടിപൊളി ലൊക്കേഷനാണ്. ആൻഡ് ലെറ്റ്സ് ഗോ. ഇനി ഈ ടിയർ ഗാർഡൻ്റെ വേറൊരു സൈഡുണ്ട്. നമ്മൾ ആദ്യം ഇതിപ്പോൾ കണ്ടത് ഒരു സൈഡാണ്. ഇനി അപ്പുറത്തെ സൈഡ് മുകളിൽ നിന്നുള്ള ചെറിയൊരു വ്യൂ ഉണ്ട്. അപ്പോൾ ആ വ്യൂ കാണാനായിട്ട് നമുക്ക് പോവാം. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് പാലം. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ല, അടിപൊളി ഇതാണ്. ശരിക്കും ഓട്ടൊക്കെ ആവുകയാണെങ്കിൽ ഇവിടെയൊക്കെ ഒരു നൈസ് വൈബാണ്. പിന്നെ ഇവിടെ ഫോട്ടോസൊക്കെ എടുക്കാൻ അടിപൊളി ഒരു സ്ഥലമാണ് ഇത്. ബേസിക്കലി യു ക്യാൻ സീ ദിസ്. ഒരു പ്രകൃതി രമണീയമായിട്ടുള്ളൊരു സ്ഥലമാണ്. ഇപ്പുറത്തും നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും. ഇലകളൊക്കെ പോയി ഓട്ടം. യെസ്, ഓട്ടമാണത്. ഞാനിപ്പോൾ ഈ സമയത്ത് ഒരു വീഡിയോ എടുക്കും, പിന്നെ ഞാൻ വേറൊരു വീഡിയോ ഇടാം. അത് ഓട്ടം ആകുമ്പോൾ ഈ ടിയർ ഗാർഡൻ എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാം. വിൻ്റർ ആകുമ്പോഴുള്ളൊരു വീഡിയോ എടുക്കാം. അതിന് വലിയ ഡീറ്റെയിൽസൊന്നും കാര്യങ്ങളൊന്നും പറയില്ല, പക്ഷേ ഇവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ബിക്കോസ് ദാറ്റ്സ് മൈ ഡ്യൂട്ടി ടു ഷോ യു പീപ്പിൾ അബൌട്ട് മൈ പ്ലേസ്, റൈറ്റ്? യാ. സോ നമുക്ക് നടക്കാം, നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ എടുക്കാം. എൻ്റെ കയ്യിലിപ്പോൾ 2 ക്യാമറ 3 ക്യാമറ ആയിട്ട് ഞാൻ നടക്കണേ. ഇതൊക്കെ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നടക്കണേ. സോ ഇതാണ് നമ്മുടെ ടിയർ ഗാർഡനിലുള്ള ബാക്കി വ്യൂ. സോ നമുക്ക് ഇനി ആ സൈഡിലേക്ക് പോകാം. നമ്മൾ ആ സൈഡിൽ നിന്നാണ് വന്നത്. ഇനി ആ സൈഡിൽ നിന്ന് ഈ സൈഡിലേക്ക് പോവാം. ഇനി നമുക്ക് നമ്മുടെ മുകളിൽ നിന്നുള്ള വ്യൂ കാണാം. ടിയർ ഗാർഡനിൽ മുകളിൽ നിന്നുള്ള വ്യൂ. ഓക്കെ, ലെറ്റ്സ് ഗോ ദെയർ. സോ ഇത് ഇവിടുത്തെ ഒരു ടോയ്ലറ്റാണ്. ഇവിടെ വരുന്ന ആൾക്കാർക്കൊക്കെ ഉള്ള ചെറിയൊരു ടോയ്ലറ്റ്. ഞാൻ പറഞ്ഞില്ല ഇവിടെ എന്തോ പരിപാടി നടക്കുന്നുണ്ടെന്ന്. അപ്പോൾ ആ പരിപാടിക്ക് പോകാനായിട്ടുള്ള ടോയ്ലറ്റാണെന്ന് തോന്നുന്നുണ്ട്. നമ്മുടെ ഷൂവിൻ്റെ ഇടയിലൊരു കല്ല് കുടുങ്ങി. സോ അത് മാറ്റിയെന്ന് തോന്നുന്നു, മാറിയെന്ന് തോന്നുന്നുണ്ട്. മൊത്തത്തിൽ ഇനി ഷൂ ഇടേണ്ട അവസ്ഥയായല്ലോ. ഷൂ ഇട്ടതൊക്കെ മുഞ്ചിപ്പോയി. സോ നമുക്ക് ഇരുന്നിടാം. ഇവിടെ ടോയ്ലറ്റ് ഭാഗം എന്നൊരു സാധനമുണ്ട്. എന്തായാലും ടൈം വെറുതെ ഇരിക്കല്ലേ. ആ കാണുന്ന സാധനമല്ലേ, ഈ കാണുന്ന സാധനത്തിനെ കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാനാണെങ്കിൽ അത് ടോയ്ലറ്റ് ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വയസ്സായിട്ടുള്ള ആൾക്കാരൊക്കെ ഇല്ലേ, അവർക്കൊക്കെ ഉള്ള ഒരു സാധനമാണ് ടോയ്ലറ്റ് ഭാഗം. വണ്ടിയൊക്കെ ആയിട്ട് വരുന്ന അപ്പന്മാർക്കും അമ്മമാർക്കും. ആ ഗ്യാപ്പിൽ ഞാൻ ശരിക്കും എന്താ ചെയ്തുകൊണ്ടിരിക്കണ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഷൂവിൻ്റെ ലൈസ് കെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ ടൈമൊന്നും വേസ്റ്റ് ചെയ്യാൻ പാടില്ല. നമുക്ക്
സമയം തിരിച്ചു കിട്ടില്ല. സോ നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട രീതിയിൽ ചെയ്യണം. ഓക്കെ, ഇപ്പം എന്തായാലും ഇവിടെ നിന്ന് പോവാം. ഇപ്പോൾ ഇവിടുന്ന് നെതർലാൻഡ്സിൽ നിന്നൊക്കെ കുറേ ആൾക്കാർ വരുന്നുണ്ട് ഇവിടുന്ന് അവിടെ നിന്നൊക്കെ. സോ നമ്മൾക്ക് ക്ലീവിൻ്റെ ഈ ടിയർ ഗാർഡൻ്റെ ഫ്രണ്ടിലേക്ക് പോകാം. ഓക്കെ, ഇത് ഇവിടുത്തെ എന്തോ ഒരു ചെറിയൊരു മോണിമെൻ്റ് ആണ്. കറക്റ്റായിട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് യുദ്ധത്തിൻ്റെ ഒരു സംഭവം കേട്ടോ. കണ്ടോ, ക്രീഗ് ഇംബിൾഡൂർഗ് 1914 1916 എന്തൊക്കെയോ വലിയ, ശരിക്കും പറയുകയാണെങ്കിൽ ക്ലീവ് എന്ന് പറഞ്ഞ സാധനം നല്ല വലിയൊരു അടിപൊളി സ്ഥലമാണ്. എന്തായാലും ഇവിടെ ക്രിസ്റ്റൽ പാലസ് സ്റ്റോൺ, ഇവിടെ എന്തോ പരിപാടി നടക്കണ്ടായിരുന്നു തോന്നുന്നുണ്ട്. ഈ ഒരു വഴിയൂടെ പോയാലാണ് ടിയർ ഗാർഡൻ്റെ ഏറ്റവും ഫ്രണ്ടിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അപ്പോൾ നമ്മൾ ഇനി മെല്ലെ ടിയർ ഗാർഡൻ്റെ ഏറ്റവും ഫ്രണ്ടിലേക്ക് പോവാം. ഈ ഗാർഡൻ്റെ വൺ ഓഫ് ദി വേറെ അടിപൊളി സ്ഥലമാണ് ഈ കാണുന്ന ഒരു പോയിന്റ്. ഇതൊരു ശരിക്കും പറയുകയാണെങ്കിൽ ഇതും അടിപൊളിയാണ്. ഓക്കെ, സോ നമ്മൾ ഇനി ടിയർ ഗാർഡൻ്റെ വേറൊരു അടിപൊളി വ്യൂ ആണിത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വലിയ വലിയ മരങ്ങളാണ്. നല്ല വലിയ മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ഭാഗമാണിത്. കണ്ടോ, ലൈക്ക് ഇതൊരു ഓട്ടം സീസണിലൊക്കെ അടിപൊളിയാവും. ഈ മരങ്ങളും കാര്യങ്ങളൊക്കെ നല്ല ഇലകളൊക്കെ മാറി കളർഫുള്ളാവും ബേസിക്കലി. ഞാനെന്തായാലും ഞാൻ പറഞ്ഞില്ലേ ഒരു ഞാൻ അവിടെ ഉണ്ടാവുമെന്ന് അറിയില്ല, ബട്ട് ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ എന്തായാലും ഇതിൻ്റെ ഒരു വേറൊരു വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഈ കാണുന്നതാണ് ഇവിടുത്തെ കിളികൾക്കൊക്കെ ആയിട്ടുള്ള കിളിക്കൂടും കാര്യങ്ങളൊക്കെ ഫുഡൊക്കെ വെച്ചിട്ട് ഇവിടെ വയ്ക്കും. പിന്നെ അവിടെ ഏതൊരു ടീമുകൾ വലിയ പാട്ടൊക്കെ വെച്ച് പോകുന്നുണ്ട്. വലിയ കാര്യമൊന്നുമില്ല. ഇതിനേക്കാളും നന്നായിട്ട് നമ്മൾ പാട്ടുണ്ടാക്കില്ലേ, അല്ലേ ബ്രോ? പിന്നെ മരങ്ങളുടെ ഇതൊക്കെ കാണാം, ക്രിയേറ്റിവിറ്റി എന്താ അല്ലേ. ഓക്കെ, മരത്തിന് വരെ ഇത് ഓട്ടം സീസൺ ആയതുകൊണ്ടാട്ടോ ഇവിടെ അങ്ങനെ വിൻ്ററിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ മരങ്ങളൊക്കെ. ഞാൻ കുറച്ചുകൂടി ഹെൽപ്പ് ചെയ്യാണ് വരുന്നത് ഇതൊക്കെ ഷെഡ് ചെയ്യാൻ. എന്തോരം പോകണ്ടപ്പോൾ എന്തായാലും ഓർമ്മയ്ക്കായിട്ട് നമുക്ക് ഈ സാധനം ഈ ഇതും വീട്ടിലേക്ക് എടുക്കാം. ഇന്നത്തെ ദിവസത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് നമ്മൾ ഈ 2 സാധനം വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പോകണം. പിന്നെ ഇവിടെ ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട്, കണ്ടോ? അതൊക്കെ ഈ ഒരു വ്യൂ രാത്രി കാണാൻ നല്ല അടിപൊളിയാവും. ബ്രൈറ്റ് സ്പൂണോടെ പേര് വണ്ടി പോണു. ടെങ് ടെങ് ടെങ്. നേരത്തെ പോയ വണ്ടി തന്നെയാണ് പോണത്. അത് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാന്നുള്ളൂ അപ്പനും അമ്മയും. ആൻഡ് ഇവിടെ ചെറിയൊരു ഈ ടിയർ ഗാർഡൻ്റെ അടുത്ത് തന്നെ ചെറിയൊരു ഫുട്ബോൾ ഗ്രൗണ്ടും കൂടി ഉണ്ട്. ഗ്രൗണ്ടില്ല, ഫുട്ബോൾ കളിക്കാൻ പറ്റിയിട്ടുള്ള സ്ഥലമാണ്. സോ ഇതാണ് ഇവിടെ ഫുട്ബോൾ കളിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലം കാണാൻ പറ്റുന്നില്ലേ. ഇവിടെ 2 ഇതുണ്ട്, ഒന്ന് ഇവിടെയും ഒന്ന് അവിടെയും. ഓപ്പൺ ആണോ ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്തുകൊണ്ട്. എനിവേ നമുക്ക് അവിടേക്ക് പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ മെയിൻ ഇമ്പോർട്ടൻസ് ഇന്ന് ടിയർ ഗാർഡനാണ്. സോ നമ്മൾ ടിയർ ഗാർഡൻ ഫുള്ള് കവർ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. എന്തായാലും നമ്മൾ കുറച്ചുകൂടി കവർ ചെയ്യും. ഇനി ഫ്രണ്ടിലേക്ക് പോകും കുറച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അവിടുത്തെ ഫ്രണ്ടിലത്തെ വ്യൂവും കാണാം. ഒക്കെ റെക്കോർഡാവുന്നുണ്ടടാ ഞാൻ തോന്നുന്നുണ്ട്, തമ്പരാനറിയാം. ഇത് ടിയർ ഗാർഡനിലേക്ക് വരുന്ന ആൾക്കാർക്കുള്ള പാർക്കിങ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. പിന്നെ അവിടെ കാരവാനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ചിലവർ കാരവാൻ്റെ പാർക്കിംഗ്, കാരവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പറയുക, ആൾക്കാരൊക്കെ താമസിച്ചിട്ടൊക്കെ വരില്ലേ, ഇങ്ങനെ ട്രിപ്പൊക്കെ അടിച്ച് വരുന്ന ആൾക്കാർ, അതൊക്കെ അറിയണ്ടാവുമല്ലോ എല്ലാവർക്കും. സോ അങ്ങനത്തെ ആൾക്കാർക്കുള്ള പാർക്കിങ്ങും ഉണ്ട് അവിടെ. ആൻഡ് നമുക്ക് ഇതിലൂടെ പോകേണ്ടതെന്ന് കറക്റ്റായിട്ട് ഇപ്പോൾ അറിയില്ല. സോ നമുക്കതുകൂടെ അത് നോക്കി വെക്കാം. എനിവേ നമുക്ക് റോഡിൻ്റെ സൈഡിലൂടെ പോവാം. ഓക്കെ, ഈ ഹാളിൻ്റെ പേര് ക്ലിനിക് ഹാവോ. കണ്ടോ, കൾച്ചറൽ പീരീഡിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടിൻ്റെ ആണെന്ന് തോന്നുന്നുണ്ട്. സോ ഇവിടുത്തെ
ഇലകളൊക്കെ ഇതാ വീണ്ടും കൊഴിഞ്ഞു തുടങ്ങി. ഇനി ഈ ഭാഗമൊക്കെ ഉണ്ട്, അവിടേക്കൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ ചെറിയൊരു ട്രക്കിംഗ് ഒക്കെ ചെറിയ രീതിയിൽ ട്രക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ആ കാണുന്ന ബാക്കിലുള്ള സ്ഥലം. അത് ഞാൻ പോയിട്ടില്ല, കുറച്ച് പോയിട്ടുണ്ട്, ഫുള്ളായിട്ട് പോയിട്ടില്ല. അത് വേറെ ദിവസം നമുക്ക് കവർ ചെയ്യാം. ഞാൻ പറയുന്നതൊക്കെ കേൾക്കണ്ട, നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല, കാരണം ഇതൊക്കെ എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. എന്തൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ട്, എന്തൊക്കെ റെക്കോർഡായിട്ടുണ്ട് ഒന്നും എനിക്കറിയില്ല. ഞാൻ ഈ ചെയ്യണത് ഭയങ്കര ലെങ്തി ആയിട്ടുള്ള വീഡിയോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം, ബിക്കോസ് എനിക്കറിയില്ലല്ലോ ഞാൻ ഭയങ്കര ലെങ്തി ആയിട്ടാണ് വീഡിയോ കവർ ചെയ്യണേന്ന്. സോ നമുക്ക് അടിക്ക് പോവാം. സോ ഇതാണ് സ്റ്റാർട്ട് ക്രൈസ്റ്റ് ക്ലീവ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തി എന്നുള്ളൊരു ചെറിയൊരു ഇതാണ്. നമ്മുടെ നാട്ടിൽ ഗ്രാമപഞ്ചായത്തേക്ക് എത്തി എന്നൊക്കെ പറയില്ല, അതുപോലെ നല്ല പച്ചക്കാറ്. സോ ഈ കാണുന്ന ടിയർ ഗാർഡൻ എന്ന് കാണിച്ചിട്ടുള്ളൊരു ബോർഡാണ് ഇവിടെ. ആ കാണുന്നതാണ് പാർക്കല്ല, സൂ. എവിടെയാണ് ടിയർ ഗാർഡൻ? ഇനി നമുക്ക് ടിയർ ഗാർഡൻ്റെ ഈ സൈഡ് ഫ്രണ്ടിലൂടെ പോയി നോക്കി നോക്കാം. ലെറ്റ്സ് ഗോ. സോ ഇതാണ് നമ്മുടെ ടിയർ ഗാർഡൻ്റെ ഫ്രണ്ട് സൈഡിലേക്കുള്ള ചെറിയൊരു വഴി. സോ ഇവിടെ നല്ല മരങ്ങളും ഇരിക്കാനുള്ള സെറ്റപ്പും, ഇവിടെ പുല്ലുകളൊക്കെ ഒരിടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്യാറുണ്ട് കേട്ടോ, മറ്റേ മെഷീൻസൊക്കെ വെച്ചിട്ട്. അതുകൊണ്ടാണ് ഇത്രയും നല്ല രീതിയിൽ നിൽക്കണേ. അല്ലെങ്കിൽ ഭയങ്കര വൃത്തിയായിട്ടാണ് നിൽക്കാറ് നോർമലി. ഞാൻ പറഞ്ഞില്ല, ഇടയ്ക്ക് ഇവിടുത്തെ ആൾക്കാരൊക്കെ വന്ന് ക്ലീനൊക്കെ ചെയ്യും ഈ ഭാഗമൊക്കെ. അതുകൊണ്ടാണ് ഇത്രയും അടിപൊളിയായിട്ടിരിക്കണേ. അപ്പോൾ ഇതോടൊക്കെ നടന്നു പോകാൻ ആഗ്രഹിക്കുന്നുണ്ടാവും പെട്ടെന്ന്, പക്ഷേ നമുക്ക് ഇതോടെ നടന്നു പോകാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ ഈ ട്രാക്കിലൂടെയാണ് പോകണേ. നമുക്ക് ഇതോടെ പോയിട്ട് മെയിൻ സ്ഥലത്തേക്ക് പോവാം. ഓക്കെ, സോ ഇതാണ് ടിയർ ഗാർഡൻ്റെ വേറൊരു വ്യൂ. അവിടെ ഒരു കല്യാണത്തിൻ്റെ ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട് ആ ഒരു ഭാഗത്ത് അറ്റത്ത്. സോ നമുക്ക് പോണേക്കാളും മുമ്പ് അവരെ കാണാൻ പറ്റുമെന്ന് അറിയില്ല, എന്തായാലും ആ ഭാഗത്തേക്കായിട്ട് പോവാം. പിന്നെ ഇത് വേറെ സൈഡ്, നമ്മൾ വന്നത് ഇങ്ങനെ പോയി ഇങ്ങനെ വന്നത് ഇന്നിവിടെ ഇതോടെ എത്തി. കണ്ടോ, സെയിം സ്റ്റോപ്പ്. അത് അപ്പുറത്തു നിന്നുള്ള നമ്മൾ വന്നത്. നമ്മളിനി ഇവിടുന്ന് ഇതിൻ്റെ സെൻറ്ററിലേക്കാണ് പോണേ. അപ്പോൾ 2-3 വഴികളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ചെറിയ ബെഞ്ചുകളും കസാരകളൊക്കെ കാണാനുണ്ടോ നിങ്ങൾക്ക്? ബെഞ്ച്, കസാര, അവിടെ അപ്പം വേസ്റ്റ് ബിന്നും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ചെറിയ ചെറിയ ഫൗണ്ടെയിൻ ഇവിടെയുണ്ട്, വേസ്റ്റ് ബിൻ. പിന്നെ മരങ്ങളും ചെടികളൊക്കെ കാണാൻ നല്ല രസമല്ലേ. ഞാൻ പറഞ്ഞില്ലേ, ഓട്ടം സീസൺ ആവണേക്കാളും മുമ്പൊക്കെ ആയിട്ട് നല്ല അടിപൊളിയാവും ഈ വ്യൂ ഒക്കെ. ഇപ്പോഴും നല്ല വ്യൂ ആണ്. നല്ല വ്യൂ അല്ല എന്നല്ല, വേറെ റൈഡേഴ്സ് പോണു, സൈക്ലിസ്റ്റ് പോണു. പിന്നെ നല്ലൊരു വ്യൂ ആണ് ഇപ്പോൾ. ഇതിൻ്റെ മെയിൻ ഫ്രണ്ടിലേക്കുള്ള വ്യൂ കാണിച്ചു തരാം. നമ്മൾ കാലത്ത് വരുമ്പോൾ ഇവിടെ ആൾക്കാരൊക്കെ വന്ന് ഫോട്ടോസ് എടുക്കുമായിരുന്നല്ലോ. ഇവിടെ കുറച്ച് ടീമുകൾ വന്ന് ഫോട്ടോസ് എടുക്കുമായിരുന്നു. ആ ടീമുകൾ തന്നെയാണ് ഇപ്പോൾ. കണ്ടോ, അവിടെ ഭക്ഷണം കഴിക്കാൻ പോയിട്ടുണ്ട് എല്ലാവരും. അവർ നെതർലാൻഡ്സിൽ നിന്ന് വരണേന്ന് പറഞ്ഞു. സോ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ളൊരു വ്യൂ കാണിച്ചു തരാം. നല്ല സണ്ണി ഡേ ആയതുകൊണ്ട് തന്നെ രസമുണ്ട് കാണാൻ. ചെറിയൊരു ഫൗണ്ടെയിനൊക്കെ ഉണ്ട് ഇവിടെ. നല്ല രസമുള്ള ഫൗണ്ടെയിൻ, പിന്നെ എന്താ വെള്ളച്ചാട്ടം. കാണാൻ നല്ല രസമല്ലേ. നല്ല ഭംഗിയായിട്ടുള്ളൊരു സ്ഥലമാണ് ആക്ച്വലി. ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന പോലെ നല്ല അടിപൊളി വ്യൂ ആണ്. പിന്നെ ഞാൻ പറഞ്ഞില്ല, കല്യാണം നടക്കണ ഇത് അതാണ് ഇവിടെ കാണാൻ പറ്റണം. നമുക്ക് കല്യാണം നടക്കുന്നുണ്ട് അവിടെ. ഇതാണ് ഇവിടുത്തെ വ്യൂ. പിന്നെ ഇത് മെയിൻ ഫ്രണ്ടിലേക്കുള്ള വ്യൂ. ധാരാളം ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അപ്പാപ്പൻ്റെ പൊള്ളിട്ടൂട്. ഓക്കെ, നമുക്ക് ഇനി ഇതോടെ പോവാം. ഇതോടെ പോയിട്ട് നമുക്ക് ആ സ്ഥലത്തേക്കൊക്കെ പോയി നോക്കി നോക്കാം. നമുക്കല്ലെങ്കിൽ സ്റ്റെപ്പിൻ്റെ ഇടയ്ക്ക് പോയില്ല, ഈ കല്ലുകളുടെ ഇടയിലേക്കൊക്കെ പോവാം. അതോടെയും പോവാം. ഇതിലൂടെ പോകേണ്ടതെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. സ്റ്റിൽ അവിടെ കല്യാണത്തിൻ്റെ ഫോട്ടോഗ്രാഫേഴ്സ് അവിടെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അവർക്കൊക്കെ എന്നോട് പറഞ്ഞൂടെ ബ്രോ ഫോട്ടോസ് എടുക്കാൻ, അതൊന്നും പറയില്ല. എനിവേ നമ്മൾ മെല്ലെ സ്റ്റെപ്പുകളൊക്കെ കയറി. ഇവിടെ വേറൊരു ഫൗണ്ടെയിൻ ഉണ്ട്. ഇതും അടിപൊളിയാണ് കാണാൻ.
ഇത് വേറെ ഇവിടുന്ന് കുറച്ചും കൂടി മുകളിൽ നിന്നുള്ള വ്യൂ ആണത്. അപ്പോൾ ഇവിടെ നിന്നാണ് വെള്ളച്ചാട്ടമൊക്കെ. ഇവിടെ കല്ലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് അറേഞ്ച് ചെയ്തേക്കണേ. എന്തായാലും വന്ന സ്ഥിതിക്ക് എനിക്കിവിടെ വന്നിട്ട് 2 ഫോട്ടോസ് എടുക്കാൻ തോന്നി. സോ 2 ഫോട്ടോസ് എടുക്കാൻ പോകണം ഞാൻ. അപ്പോൾ ആദ്യം നമ്മൾ ക്യാമറയിൽ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ആൾക്കാർ കുട്ടികളും പട്ടികളൊക്കെ ആയിട്ട് നടക്കാൻ പോകുന്നുണ്ട് കണ്ടോ ആ സൈഡിൽ. എൻ്റെ ഇത് ഇവിടുന്ന് മുകളിൽ നിന്നുള്ള വ്യൂ ആണ്, നല്ല അടിപൊളി വ്യൂ ആണ്. നമ്മളിപ്പോൾ ആക്ച്വലി ഇവിടുന്ന് വന്ന് ഇതിൻ്റെ മുകളിലേക്ക് എത്തി. നമുക്ക് അതിൻ്റെ മുകളിലേക്ക് പോയാണ് നമ്മുടെ ലക്ഷ്യം. പക്ഷെ അവിടെ കല്യാണത്തിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നതുകൊണ്ട് നമ്മൾ ആ ഭാഗത്തേക്ക് പോകാൻ പറ്റുമെന്ന് അറിയില്ല. എനിവേ നമുക്ക് ഈ സൈഡിലൂടെ പോകാൻ പറ്റായൊന്നുമില്ല. ബട്ട് നമ്മൾ അവരുടെ ഡിസ്റ്റർബ് ചെയ്യില്ല. നമ്മുടെ നാട്ടിലത്തെ ആൾക്കാരൊക്കെ പറയും പിന്നെ അവരോട് പോകാൻ പറയാമെന്നൊക്കെ പറയും. പക്ഷേ അവരിത്രയും കഷ്ടപ്പെട്ട് അവിടെ വന്ന് ഫോട്ടോസൊക്കെ എടുക്കല്ലേ, അവരുടെ ദിവസമല്ലേ ഇന്ന്, കല്യാണമൊക്കെ അല്ലേ. ലെറ്റ്സ് എൻജോയ് എന്നല്ല, ലെറ്റ് ദം എൻജോയ്. ആൻഡ് നമുക്കപ്പോൾ ഈ ഭാഗത്തുള്ള വ്യൂ ഒക്കെ കാണിച്ചു തരാം. സോ ഇത് അവർ നല്ല രീതിയിലാണ് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ഇത് ഒരു ക്രീപ്പറാണ് ബേസിക്കലി. ഇത് ലൈറ്റൊക്കെ ഇടുകയാണെങ്കിൽ നല്ല അടിപൊളിയാവും. പിന്നെ ഇവിടെയും ചെറിയൊരു ഫൗണ്ടൈനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ സൈഡിൽ കണ്ടോ, ഈ കാണുന്ന ഫൗണ്ടെയിൻ. നമ്മൾ അടിയിൽ നിന്ന് വന്നു, ഇവിടെ ഒരു ഫൗണ്ടെയിൻ, അടിയിലൊരു ഫൗണ്ടെയിൻ, ഇവിടെ ഒരു ഫൗണ്ടെയിൻ, പിന്നെ ഇവിടെ ഒരു ഫൗണ്ടെയിൻ, പിന്നെ അതിൻ്റെ മുകളിലൊരു ഫൗണ്ടെയിൻ. 3-4 ഫൗണ്ടെയിനാണ് ഇവിടെ ബേസിക്കലി. പിന്നെ ഇവിടുന്ന് ഉള്ളൊരു വ്യൂ കാണിച്ചു തരാം. നമ്മൾ ഓരോ പെടിയും കയറി പോവാണ്. ഇനി ഇവിടെ നിന്നുള്ളൊരു വ്യൂ ഇവിടെ ഇങ്ങനെയാണ് കാണാൻ പറ്റുക നമുക്ക് കണ്ടോ. ഇവിടെ ഇങ്ങനെ പോയി ടിയർ ഗാർഡൻ. പിന്നെ ഇവിടെ വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫൗണ്ടെയിൻ ഒന്ന് നേരത്തെ പറഞ്ഞ പോലെ ഉണ്ട്. രണ്ട് മൂന്ന് ചുള്ളന്മാർ സൈക്കിളായിട്ടാണ് ഇതിലൂടെ വരുന്നത്. അവർ ഇതിലൂടെ പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ വഴി ഉണ്ടാവും ചിലപ്പോൾ. എന്തായാലും അവർ പോണ വഴി കൂടി നമുക്ക് പോയി നോക്കി നോക്കാം. അവർ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് സൈക്കിൾ ചവിട്ടുന്നതെന്ന് തോന്നണേ. എന്തായാലും അവർ പോണ വഴിയൂടെ പോയി നോക്കി നോക്കാം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ചെറിയ രീതിയിൽ ട്രക്കിംഗ് ഒക്കെ ഉണ്ടെന്ന്, അതൊക്കെ കാണിച്ചു തരാം. നമ്മുടെ ടീം കയറിപ്പോണ്ട് കേട്ടോ, അവർ നിർത്തിയിട്ടില്ല, അവർ കൊള്ളാം. ഈ ഒരു കയറ്റം ബ്രോ അവർ കയറ്റിപ്പോയി. ഓ നല്ല അടിപൊളി. എൻ്റെ കല്യാണമൊക്കെ ആവുകയാണെങ്കിൽ ഇവിടെ വന്നിട്ട് 2 ഫോട്ടോ എടുക്കണം. ഓക്കെ, സോ ഇവിടെ ബേസിക്കലി ട്രക്കിങ്ങിനായിട്ടുള്ളൊരു സ്പോട്ടും ഉണ്ട് കേട്ടോ, സൈക്ലിങ്ങിനായിട്ടുള്ള വഴി കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു ഭാഗത്ത്. പിന്നെ ഇതോടെ പോയി കഴിഞ്ഞാൽ വേറൊരു വ്യൂ. ഇതോടെ പോണോ നമുക്ക് എന്തായാലും ഇതോടെ പോയി നോക്കി നോക്കാം. ഈ ചെറിയൊരു വഴിയോടെ പോയി നോക്കി നോക്കാം എന്താ ഇവിടെ കാണാൻ പറ്റുന്നതെന്ന് നോക്കാം. അറിയില്ല, ഞാൻ ആ കയറ്റം കുറച്ച് കയറിയിട്ടുള്ളൂ, അപ്പോഴേക്കും ഞാൻ ടയേർഡായി. സോ എന്താണ് ഇവിടുത്തെ വേറെ ഒരു വഴി. ഇതൊക്കെ ഈ ക്ലിയറുള്ള സാധനങ്ങളാണ് കേട്ടോ ഈ കുഞ്ഞൊരു ഗ്രാമത്ത്. ആൻഡ് ഇതോടെ പോയി കഴിഞ്ഞാൽ എവിടേക്ക് എത്തുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അറിയില്ല. ഓ മൈ ഗോഡ്, ഞാനിപ്പോൾ വേറൊരു ലൊക്കേഷനിലേക്ക് എത്തിയ പോലെയായി. ആൻഡ് ഇത് ഫുള്ള് കാടാട്ടോ, കാട് പിടിച്ചിട്ടുള്ളൊരു സ്ഥലമാണ്. സ്റ്റാമിന പോരാ, എനിക്ക് വന്ന് ഞാൻ കുറച്ചുകൂടി എക്സസൈസ് ഒക്കെ ചെയ്യണമെന്നുകൊണ്ട് അതിലൂടെ പോയി നോക്കി നോക്കാം. എന്തോ ചെടിയൊക്കെ ഉണ്ടല്ലോ പച്ചയും മലിക്കായിട്ട്. ഹലോ, ഇവിടെ ചുള്ളറിയുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഫുൾ ചെറിയ ഇടവഴികളൊക്കെയാണ്.
എനിക്ക് തോന്നുന്നത് ഇതിവിടെ സൈക്കിളിനൊക്കെ പോകാൻ പറ്റിയിട്ടുള്ളൊരു വഴിയാണെന്നാണ് തോന്നണേ കണ്ടിട്ടോ. ഈ മൗണ്ടൻ ബൈക്കൊക്കെ പോകണ്ടില്ലേ നേരത്തെ, ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അവർക്കുള്ള വഴികളാണെന്ന് തോന്നുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല ട്രക്കിംഗ് ഉണ്ടെന്ന് ഇവിടെ, അത് വേറെ ദിവസം കാണിക്കാം. പിന്നെ അത് കാണിക്കാനായിട്ടുള്ളൊരു ഗുമ്മില്ല. ബേസിക്കലി എനിക്ക് എനർജി ഇല്ല, എൻ്റെ എനർജി ഓൾമോസ്റ്റ് ഡെഡായി. വീട്ടിലേക്ക് പോകാൻ പറ്റാണ്. എന്തായാലും ഈ ഭാഗം കൂടി പോയിട്ട് ആ ഭാഗത്തേക്ക് എത്തിയിട്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ ഇതിൻ്റെ ഇവിടേക്ക് എത്തി. ഈ ക്രീപ്പർ പ്ലാന്റും കാര്യങ്ങളെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് പോകാൻ പറ്റുമെന്ന് അറിയില്ല. ലെറ്റ്സ് സീ. കാരണം അവിടെ കല്യാണത്തിൻ്റെ ഷൂട്ടിങ് നടക്കുന്നുണ്ട്. സോ എനിവേ നമുക്ക് പോയി നോക്കാം. ലെറ്റ്സ് സീ. ഇവിടെ മലബൾബൊക്കെ ഇട്ടിട്ടുണ്ട്. രാത്രി കാണാൻ അടിപൊളിയാവും ഇത്. ഞാൻ രാത്രിയിലത്തെ വ്യൂ വേറെ ചെറിയ വീഡിയോയിൽ കാണിച്ചു തരാം. സോ ഇതാണ് ഇവിടുത്തെ വേറൊരു ചെറിയൊരു അവിടേക്ക് മെയിൻ എൻട്രൻസിലേക്കുള്ള ഒരു വഴിയാണ്. അപ്പോൾ അവിടെ ഇതുപോലെ തന്നെ ബെഞ്ചും കസാരയും ഗസ്റ്റ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെയും ഓരോ ലൈറ്റുകളൊക്കെ ഇട്ടിട്ടുണ്ട്. കണ്ടോ, ഇവിടെ ഓരോ ആർച്ചിനും ഇവരെ ഇവിടെ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ലൈറ്റ് കാര്യങ്ങൾ ഇവിടെയും ലൈറ്റ് ഇട്ടിട്ടുണ്ട്, സ്പോട്ട് ലൈറ്റുകൾ. എല്ലാത്തിനും കണക്ഷനൊക്കെ മറ്റതാണ്. ഇതുപോലത്തെ ചെടിയാണെന്നുണ്ട് എൻ്റെ കയ്യിലുള്ളത്. എന്തായാലും അതുകൂടെ പോകാം. ഇവിടെ ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ നോക്കണില്ല. ഇത് ക്ലീവിൻ്റെ മുകളിൽ നിന്നുള്ളൊരു ചെറിയ വ്യൂ ആണ്. നമുക്ക് ഈ വ്യൂ എന്തായാലും വേറെ ദിവസം എടുക്കേണ്ടി വരുന്നതെന്ന് തോന്നാം. എൻ്റെ ഇതാണ് ഇവിടുത്തെ വേറെ ചെറിയൊരു സ്ഥലം. ഡോം പോലത്തെ സെറ്റപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലൂടെ പോയി കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് എത്തും. പിന്നെ ഇതിലൂടെ പോയി കഴിഞ്ഞാൽ ഫ്രണ്ടിലേക്ക് എത്തും. കല്യാണത്തിൻ്റെ ഷൂട്ടിങ്ങുള്ളതുകൊണ്ട് നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. നമ്മുടെ കല്യാണത്തിൻ്റെ ആൾക്കാരെന്തുകൊണ്ട് പാട്ടൊക്കെ പാടുന്നുണ്ട്. നമ്മൾ കണ്ട പാപ്പന്മാരൊക്കെ ഇല്ലേ, അവർ പാട്ടുകാരായിരുന്നു. കല്യാണത്തിൻ്റെ പരിപാടികളൊക്കെ ഉണ്ട്. ഓ, അവിടേക്ക് പോവാം. എന്തായാലും സാധനം എടുത്തിട്ട് മെല്ലെ അവരുടെ അവിടേക്ക് പോവാം. ബിക്കോസ് നമുക്ക് ആ വീഡിയോ കവർ ചെയ്യണം. ബിക്കോസ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ഐ വിൽ ഗെറ്റ് ഇറ്റ് അറ്റ്ലീസ്റ്റ് ലിറ്റിൽ ബിറ്റ്. ഒക്കെ പെട്ടെന്ന് സമയമില്ലാത്ത സമയത്താണ് അപ്പന്മാർക്ക് പാട്ട് പാടാൻ പറ്റിയത്. ഇത് എന്നോട് പുറത്ത് നിൽക്കുന്ന സമയത്ത് അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ലെറ്റ്സ് ഗോ ദേർ. കിട്ടുമോന്നറിയില്ല കേട്ടോ. പരിപാടിയൊക്കെ കഴിഞ്ഞു. നമുക്ക് തീരെ നല്ല സമയത്തല്ല വന്നത്. ഓക്കെ, സോ എന്തായാലും നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ കല്യാണത്തിൻ്റെ ആൾക്കാർ പോകുമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ അവരൊന്നും പോകുന്നുണ്ടായിരുന്നില്ല. അല്ല, അവർ പോവുകയാണല്ലേ, ഒന്നും മനസ്സിലാവണില്ല. കുറേ നേരം ഞാൻ നിൽക്കണു. എന്തായാലും അവർ പോവാന്ന് തോന്നുന്നു. സോ ഇതാണ് ഇവിടുത്തെ ടിയർ ഗാർഡൻ്റെ വ്യൂ. ആൻഡ് സോ ഇതാണ് ടിയർ ഗാർഡൻ്റെ വ്യൂ. ഈ അടിപൊളി വ്യൂ ആണ്. അതിൻ്റെ മുകളിൽ നമുക്ക് പരുന്തൻ്റെ ഒരു ഇത് കാണാം. ഇത് പരുന്തൻ്റെ എന്തോ ഒരു സാധനം, കറക്റ്റായിട്ട് എന്താണെന്ന് കറക്റ്റായിട്ട് അറിയില്ല. പിന്നെ ഇതാണ് ഇവിടുത്തെ വേറൊരു കാര്യം. പിന്നെ ഫോട്ടോഗ്രാഫർ കാര്യങ്ങൾ അവർ പോവുക കേട്ടോ. സോ അവിടെ നിന്നുള്ള വ്യൂ എടുക്കാം നമുക്ക്. എനിവേ ലെറ്റ്സ് ഗോ ദേർ. നമ്മുടെ ക്യാമറമാരെ മെല്ലെ പോവുകയാണ്. ഇതന്നെ ഇവിടുത്തെ ഫൗണ്ടൈൻ കാര്യങ്ങളൊക്കെ നമ്മുടെ ക്യാമറമാൻമാർ പോകുന്നു. അവരങ്ങനെ പോയി. അങ്ങനെ നമുക്ക് നമ്മുടെ
ടോപ്പ് വ്യൂയിലേക്ക് പോകാൻ പറ്റണ ഒരു സമയമാറായി. സോ ഫൈനലി നമ്മൾ ഇതിൻ്റെ ടോപ്പിലേക്ക് എത്താൻ പോവാണ്. കുറേ നേരം ഞാൻ വെയിറ്റ് ചെയ്തു. ആക്ച്വലി ആ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ വീഡിയോസൊക്കെ കാണുമായിരുന്നു. അടുത്തൊക്കെ ക്ലിയർ കിട്ടുന്നു, എല്ലാം ക്ലിയറാണ്. ലെങ്ത് വീഡിയോ ആണിത് ഉറപ്പായിട്ടും, ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട്. സോ ഇതാണ് ഇവിടുത്തെ ചെറിയൊരു സെറ്റപ്പ്. ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കി നോക്കാം. സോ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ 2 കല്യാണത്തിൻ്റെ ആൾക്കാരാണ് അവിടെ നിൽക്കണത്. ഒന്ന് ഇവിടെയും പിന്നെ അപ്പുറത്തും. ഇതാണ് ഇവിടുത്തെ വ്യൂ. നമുക്ക് പോയി ബാക്കിലേക്ക് ഇവിടുത്തെ ആർച്ചല്ല, ഡോം പോലത്തെ സെറ്റപ്പോ. ഇതൊന്നും കൊടുത്തിട്ടൊന്നുമില്ല അത്. പിന്നെ ഇവിടെ 2 ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുക്കാൻ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു ഭാഗം ഇതിൻ്റെ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് ഇത്. നല്ല രസമാണ്, നേരിട്ട് കാണാൻ അടിപൊളിയാണ് ഇത്. ഇങ്ങനെ കാണുന്നതുകൊണ്ട് വലിയ ഇതുണ്ടാവില്ല, പക്ഷേ യു ക്യാൻ സീ ദ വേ ഹൗ ദേ ഹാവ് ഡൺ ദാറ്റ്. ഇവിടെയും അതുപോലെ തന്നെയാണ്. ആൻഡ് ഇവിടെ ഫൗണ്ടൈൻ കാര്യങ്ങളും ഈ ടീമുകളായിരുന്നു നമ്മൾ ഇവിടെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇവർ ഷൂട്ട് ചെയ്തായിരുന്നു. എനിവേ നമുക്ക് ഇവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. സോ ഇതാണ് ഇവിടുത്തെ ഫൈനൽ വ്യൂ. നമുക്ക് ഇവിടുന്ന് ഒരു ഫോട്ടോ എടുക്കാം. ഓക്കെ, അങ്ങനെ മെല്ലാണ് നമ്മൾ ഈ ടീർഘാട്ടിൽ അപ്പുറത്തേക്ക് ഇറങ്ങി തിരിച്ച് വീട്ടിലേക്ക് പോകാം. ഫുഡ് അടിക്കാം, കുറേ കാര്യങ്ങൾ ചെയ്യാണ്ട്. അപ്പോൾ എന്തെങ്കിലും ആ കാര്യങ്ങൾ നോക്കാം. ഓക്കെ, ഞാൻ കയറുമ്പോൾ ചില ടീമുകൾ ഇറങ്ങണം, ഞാൻ കയറുമ്പോൾ ചില ടീമുകൾ കയറണം. അയ്യോ ഒരു പോരാ, സോറി. നവദമ്പതികൾ ഓടിക്കളിക്കുകയാണ്. അങ്ങനെ സിഗ്നൽ വന്നു. പിന്നെ മെല്ലാണ് അങ്ങനെ നമ്മുടെ മെല്ലാണ്. ഓക്കെ അപ്പം നമ്മുടെ ടിയർ ഗാർഡനിലത്തെ വീഡിയോ ഓൾമോസ്റ്റും കഴിഞ്ഞു. ഇത് ഭയങ്കര ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണെന്ന് എനിക്കറിയാം. ഇപ്പോഴും ഫുള്ളായിട്ട് ടിയർ ഗാർഡനെ കുറിച്ചിട്ട് എനിക്ക് പറയാൻ പറ്റിയിട്ടില്ല, കാരണം ഭയങ്കര വലിയ സ്ഥലമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഈ കാണുന്ന ചെറിയൊരു സ്ഥലമല്ല, അത് നല്ല വലിയ സ്ഥലമായതുകൊണ്ട് തന്നെ കുറേ ടൈം എടുക്കും കാണിക്കാനായിട്ട്. ഞാനിത് 11 സംതിങ്ങിന് സ്റ്റാർട്ട് ചെയ്തു ഈ വീഡിയോ. ആൻഡ് ഇപ്പോൾ ഏകദേശം എത്ര കിലോമീറ്റർ നടന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതല്ല കേട്ടോ സ്കോർ, അതിൻ്റെ സ്കിൽട്ടൺ മസിൽ കാണിക്കണേ 1:37 6737 സ്റ്റെപ്പ് ഞാൻ ഇതാക്കി. ആകെ 1.5 മണിക്കൂർ കിടന്നിട്ടുള്ളൊന്ന് കാണിക്കണേ. എന്താ കാരണം, ഞാൻ കിടന്നുറങ്ങിയിട്ടപ്പോഴേക്കും ഫോണിൻ്റെ ചാർജ് തീർന്നു, അത്രയേ ഉള്ളൂ. സോ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ, ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് ഇത് ഭയങ്കര ലെങ്തി വീഡിയോ ആണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് ചെയ്യണം ഇത് ചെയ്യണം ഞാൻ പറയണില്ല. ഇതുപോലത്തെ വീഡിയോസ് ആകുമ്പോൾ എൻ്റെ ബേസിക്കലി വരിക. ഇതേപോലത്തെ വീഡിയോസ് മാത്രമല്ല, ഇത് ജസ്റ്റ് സ്റ്റാർട്ടിങ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇറക്കിയേക്കണേ. ആൻഡ് ഇതിനേക്കാളും നല്ല നല്ല വീഡിയോസൊക്കെ എടുക്കാൻ ഞാൻ ശ്രമിക്കാം. ബിക്കോസ് എനിക്കറിയില്ല എന്ത് ടൈപ്പ് ഓഫ് വീഡിയോസ് ഞാൻ ചെയ്യാൻ പോകണമെന്ന്. കാരണം എങ്ങനത്തെ ടൈപ്പ് ഓഫ് വീഡിയോസ് വരാൻ പോകണമെന്ന് എനിക്കറിയില്ല. ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് ഇതിൽ കുറേ തെറ്റുകളും കുറേ പ്രശ്നങ്ങളും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആൻഡ് അല്ലാതെ നിങ്ങൾ കമൻറ്റിൽ പറയണം, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പറയണം. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് കുറയ്ക്കേണ്ടത്, എന്തൊക്കെയാണ് ലെങ്ത്ത് കൂടുതലാണോ, അത് സൗണ്ട് പോരെ, ലൈറ്റ് കൂടുതലാണോ, ആംഗിൾ മാറ്റണോ, എന്താണ് നിങ്ങൾക്ക് എന്നോട് പറയാം. കാരണം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് തരാൻ എനിക്ക് മനസ്സിലാവുള്ളൂ. അല്ലാതെ ചുമ്മാ വീഡിയോ കണ്ട് പോയതിന് ശേഷം പോയി കഴിഞ്ഞാൽ എനിക്കൊന്നും പറയാനുണ്ടാവില്ല. സോ ഇതാണ് നമ്മുടെ മ്യൂസിയം. ഈ മ്യൂസിയത്തേക്ക് ഞാൻ വേറെ ദിവസം വരും, അത് എന്താണെന്നൊന്നും എനിക്കറിയില്ല. ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് ലെങ്തി വീഡിയോ ആണ്. ഞാൻ ഈ ലെങ്തി വീഡിയോ എന്തായാലും പോസ്റ്റ് ചെയ്യും, കാരണം ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. ഇത് എന്തായാലും എനിക്ക് പോസ്റ്റ് ചെയ്യണം, അതെൻ്റെ ഒരു നിർബന്ധമാണ്. എൻ്റെ ചാനലല്ലേ, ഞാൻ ഇഷ്ടമുള്ളത് ചെയ്യും. എന്തായാലും ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ പറഞ്ഞ പോലെ, നിങ്ങളല്ല എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞ പോലെ തന്നെ അധികം ലെങ്തി വീഡിയോസിൽ
വീഡിയോസ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇടാൻ ശ്രമിക്കണില്ല. ഒരു 3 മിനിറ്റിൻ്റെ വീഡിയോ ഒക്കെയാണ് എടുക്കാൻ നോക്കണേ. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ വീഡിയോസൊക്കെ എടുത്തോണ്ടിരിക്കുമ്പോൾ ആൾക്കാർ നോക്കുക. എനിവേ whatever whoever, so let's end the video here. Okay, bye bye, see you some other day. And ഞാൻ പറഞ്ഞില്ലേ വേറൊരു വ്യൂ, വന്ന വഴിയുള്ള ഒരു വ്യൂ. ഇതാണ് ഞാൻ പറഞ്ഞ കനോപ്പി ഓഫ് ട്രീസ് ആയിട്ടുള്ള ഒരു വഴി. അത് ഞാൻ കാണിക്കാൻ എന്തായാലും അവിടേക്ക് ഞാൻ പോവാണ്. അപ്പോൾ ഇതവിടെ മറ്റേ മ്യൂസിയത്തിലേക്കുള്ള വഴിയും കാര്യങ്ങളൊക്കെയാണ്. അവിടുത്തെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതാണ് ഞാൻ പറഞ്ഞ വഴി. അടിപൊളിയല്ലേ? ഇത് ശരിക്കും പറഞ്ഞാൽ അടിപൊളി ഫ്രെയിമല്ലേ? നിങ്ങൾ പറ, നല്ല ഫ്രെയിമല്ലേ അത്? ഇതുപോലത്തെ ഓരോ ഫ്രെയിമുകളും കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ ശ്രമിക്കണേ. പിന്നെ ഞാൻ കാണുന്ന കാഴ്ചകൾ കാര്യങ്ങൾ ഒക്കെയാണ് ഈ ഒരു എൻ്റെ ചാനലിലുണ്ടാവുക. ഈ ചാനലിൻ്റെ പേരിനെ കുറിച്ചിട്ടും ഇതിൻ്റെ എങ്ങനെ ഹിസ്റ്ററി കുറിച്ചിട്ടും ഞാൻ വേറെ ക്ലാസ്സിൽ വ്യക്തമാക്കുന്നതാണ്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ബാക്ക് ടു അവർ ഹോം. സോ സൈനിങ് ഓഫ്. ഞാൻ ഇനി അടുത്ത വീഡിയോ ആയിട്ട് എന്താ വരാൻ പോകണമെന്നൊന്നും അറിയില്ല. ദ എൻഡ് ഈസ് ബിഗിനിങ്, അതെൻ്റെ ഒരു കോട്ടാണ്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് എൻ്റെ ആദ്യത്തെ യൂട്യൂബിൽ കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഇടാൻ പോവാണ്. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ കാണണം. ഒരു നിർബന്ധമില്ല അത് കാണണമെന്ന്, ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. അറിയിക്കേണ്ട ചുമതല എൻ്റെയാണ്. സോ അത് അറിയിച്ചു. ആൻഡ് അത്രയേ ഉള്ളൂ. കാരണം പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. ഇന്നത്തെ ദിവസം അങ്ങനെയായിരുന്നു. ദാറ്റ്സ് മൈ ഡേ.